കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നല്ല സമയക്കാലം കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം പിന്നെയും ഈ രാത്രി വേളയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവ് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവന്റെ നാമത്തെ ഉയർത്തുവീൻ. ഈ പകൽക്കാലത്തെങ്കിൽ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും അവൻ നമുക്ക് തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും നമുക്ക് വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് ഒരു അനുഗ്രഹീതിയായ കർത്തദാസിയാണ് ഇന്നത്തെ സാക്ഷ്യത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ ഗ്രേസ് ജിതിൻ നമ്മോടുകൂടി ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വചനദീപ്തി സാക്ഷി കൂടാരത്തിന്റെ പ്രേക്ഷകർക്കായിട്ട് ഇന്ന് കർത്താവിന്റെ ദാസി തന്റെ സാക്ഷ്യം നമ്മോട് പങ്കിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തന്റെ ദാസിയെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, ഈ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന് അനുഗ്രഹീതമായ നിലവാരത്തിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുകയാണ്. നമുക്കൊരു നിമിഷം കർത്തദാസിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദാന്തിക്ക് കടന്നു വരുവാൻ സഹായിച്ചല്ലോ. അങ്ങയുടെ വിലപ്പെട്ട ദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി കർത്താവ് ആദരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഏൽപ്പിക്കപ്പെട്ട ആ വയലിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി തന്നെ ലാവോളം അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ നൽകിക്കൊടുത്തിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും ഇന്ന് രാത്രികാലം താവേ ആ ജനത്തിന്റെ മുൻപാകെ വിളിച്ചറിയിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി തീരുവാൻ കർത്താവ് ഇടയാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം അനേക ഹൃദയങ്ങളിൽ എത്തുവാൻ, അനേക ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസവും വിടുതലും കർത്താവെ അവരുടെ മുൻപോട്ടുള്ള ഗമനത്തിന് ഒരു വലിയ മുഖാന്തരമാക്കി തീർക്കുവാനായിട്ട് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിന്റെ പ്രേക്ഷകർക്കായിട്ട് സ്തോത്രം. ദൈവമേ, ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. ആത്മാർത്ഥമായിട്ട് കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ സന്ധ്യാവേളെങ്കിൽ ഒരുമിച്ച് അടുത്ത് വന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാകണം. തുടക്കം മുതൽ ഒടുക്കം വരെയും എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം ഒരു തടസ്സവും കൂടാതെ കർത്താവെ മുന്നോട്ട് പോകുവാൻ സഹായിച്ചാട്ടെ. എല്ലാ നന്മകളാലും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി വേളയെങ്കിൽ ഞങ്ങളോടൊത്ത് അല്പസമയം ചിലവഴിക്കുവാൻ വളരെ തിരക്കേറിയ സമയത്തിന് നടുവിലും സമയം വേർതിരിച്ച ആമീൻ കർത്താവിന്റെ ദാസി ഡോക്ടർ ഗ്രേസ് ജിത്തിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിലൊന്ന് പറയാമോ? പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഞായറാഴ്ച വൈകുന്നേര സമയം നമുക്ക് ഒരുമിച്ച് ദൈവസ്നാനത്തിലായി തീരുവാൻ കർത്താവിടെ കിതോർത്ത് സ്തോത്രം. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് UK എന്നാണ്. UKയിലെ നോർത്ത് ആംപ്ടൺ സിറ്റിയിലാണ് ഞങ്ങളിപ്പം താമസിക്കുന്നതും. ദൈവം ഏൽപ്പിച്ച വേലകൾ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ജോലിയോട് കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കളും ഹസ്ബൻഡും ഫാമിലിയെ കുറിച്ച് കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത ആൾക്ക് 6 വയസ്സാണ്. ഇവിടുത്തെ year 1 പഠിക്കുന്നു. ഇളയ ആൾക്ക് 1 വയസ്സായി. ഇപ്പം കുഞ്ഞും പിന്നെ അച്ഛനുണ്ട്. പാർട്ട് ടൈം ആയിട്ട് ഇപ്പം ജോലി ചെയ്യാണ്. ഞാൻ ഫുൾ ടൈം ആയിട്ട് ജോലിയാണ്. പിന്നെ കൂടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ മിനിസ്ട്രിക്ക് ആവശ്യമായ എല്ലാ ഹെൽപ്പും ചെയ്തുകൊണ്ട് ദൈവം ഞങ്ങളെ കുടുംബമായി നടത്തുന്നു. അപ്പോൾ തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് തന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ, കർത്താവ് വിളിച്ച് വേർതിരിച്ച വിധങ്ങൾ ഒക്കെയും നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുവാൻ സമയമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം എന്നാണ് ആമേൻ
എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ തെരേസ ആന്റി പറയുവാൻ തക്കൊണ്ടും ഇടയായത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കർത്തദാസിയുടെ സാക്ഷ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് തന്റെ സാക്ഷ്യങ്ങൾ തുടരാം. എന്തെങ്കിലും എനിക്കൊരു ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടപെടത്തുള്ളൂ, ഇല്ല എങ്കിൽ കർത്തദാസിക്ക് തുടരാമല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു ആന്റി. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ നമ്മൾ എത്ര വർണ്ണിച്ചാലും അത് ഒരിക്കലും മതി വരത്തില്ല. ആമേൻ. ഇന്ന് നമ്മൾ ഒരുപക്ഷെ ജീവനോടായിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു ദയയും കൃപയുമാണ്. കർത്താവിനെ പറ്റി പറയുന്നതിലും അധികമായ ഒരു സന്തോഷം എനിക്ക് ഈ ലോകത്തിൽ വേറൊന്നും തരാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പലവിധമായ തിരക്കുകളും കമ്മിറ്റ്മെന്റ്സ് എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു വലിയ ആഗ്രഹം ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ഒത്തിരിയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മണിക്കൂർ സമയത്തൊന്നും, ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്താലൊന്നും ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പാസ്റ്റർ കുടുംബത്തിൽ തന്നെയാണ്. അവര് ദീർഘകാലമായിട്ട് ഇപ്പം കർണാടകയിൽ 10-30 വർഷമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി ഒരു നായർ കുടുംബത്തിൽ നിന്ന് ഏകനായി തന്റെ 20ാമത്തെ വയസ്സിലാണ് ഡാഡി ഇറങ്ങിത്തിരിക്കുന്നത്. അതിനുശേഷം ദൈവം കൊടുത്ത ദർശനത്തിന് പ്രകാരം ഇന്ത്യയിലെ പല ഭാഗത്തും, പ്രത്യേകിച്ച് കർണാടകയുടെ ഒക്കെ ഒത്തിരി ഇന്റീരിയർ ആയുള്ള സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കുന്നു. അപ്പം ഞങ്ങൾ ജനിക്കുന്ന ആ സമയങ്ങളിലൊക്കെ പലവിധമായ പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ദൈവം അവിടെയൊക്കെ താങ്ങി. ഞങ്ങളുടെ 3 പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ. അതിൽ മൂത്ത ആളായി ജനിക്കാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പാസ്റ്ററുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ബാക്കി സ്ഥലങ്ങളെ കാണുന്നേക്കാളും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് പലപ്പോഴും കർണാടകയിലൊക്കെ ഉള്ളത്. നമുക്ക് പലപ്പോഴും ഒരു പെർമനന്റ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിരിക്കുന്ന ഒരു വരുമാനമില്ല. സഭകളിൽ വരുവാൻ വിദേശത്തു നിന്നുള്ള വ്യക്തികളൊന്നുമില്ല. നമുക്ക് മാസം മാസം കൈ തരുവാൻ ആരുമില്ല. അങ്ങനെ പലവിധമായ ഒരു അൺസർട്ടനിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാത്തിനേക്കാൾ അധികമായി പല ഞെരുക്കങ്ങൾ ജീവിതത്തിൽ ഉള്ളപ്പോഴും ദൈവം ആരെന്നും ദൈവം കരുതുന്ന കർത്താവാണെന്നും ആ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. ആ ചെറുപ്രായത്തിൽ പഠിച്ച പല പാഠങ്ങളുമാണ് ഇന്ന് ഇത്രയധികം ലോകം പുരോഗമിച്ചിട്ടും ലോകപരമായ പല നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും തളർന്നു പോകാതെ ഇന്നും വിശ്വാസത്തിൽ നിൽക്കുവാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് എന്ന് പറയുവാനായിട്ട് എനിക്ക് ഇടയായി തീരും. പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ പലർക്കും ആസ്മാന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജനിച്ച സമയം മുതൽ എനിക്ക് എല്ലാ മാസവും അതിന്റെ ശ്വാസം മുട്ടേണ്ടതായ പലവിധ പ്രതിസന്ധികൾ വരുമായിരുന്നു. എപ്പോഴും അതേ സമയമാകുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പലവിധ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ടും അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ലാതെ വന്നപ്പോൾ ഒരു ദിവസം ഹല്ലേലൂയ ഡാഡി മമ്മിയും ദൈവസന്നിധാനത്തിൽ ഒരു തീരുമാനം എടുത്തു. ഇനി ഒരു മരുന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ മരുന്നുകളൊക്കെ എടുത്തു മാറ്റി ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. എന്നാൽ ഹല്ലേലൂയ എന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, അതിൽ പിന്നെ ഇന്ന് എനിക്ക് 33 വയസ്സുണ്ട്. ഇതുവരെ ഹല്ലേലൂയ അങ്ങനത്തെ ഒരു രോഗവും ഹല്ലേലൂയ തൊടുവാനായിട്ടിടയായില്ല. ഹല്ലേലൂയ ദൈവമക്കളെ, വചനം പറയുന്നത് ഹല്ലേലൂയ അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ റാഫയായി ഹല്ലേലൂയ ഇന്നും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏത് രോഗമായിക്കോട്ടെ, ഏത് പാരമ്പര്യ രോഗമായിക്കോട്ടെ, മരുന്നില്ലെന്ന് ആര് തന്നെ പറഞ്ഞാലും ഹല്ലേലൂയ നമ്മളെ നിർമ്മിച്ചവനായ, നമ്മളെ ഉണ്ടാക്കിയവനായ ദൈവ പാദപീഠത്തിൽ നമ്മൾ സമർപ്പിക്കുവാണെങ്കിൽ ഇന്നും അവൻ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ ഒത്തിരിയധികം കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും എന്തെങ്കിലും ആവശ്യം വരുമ്പോ എന്റെ ഇപ്പൊ 1ലും 2ലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്താവശ്യം വന്നാലും നമ്മൾ ഡാഡിയോട് ഓടിച്ചെന്ന് പറയും, ഡാഡി എനിക്ക് ഇന്ന കാര്യം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പേഴ്സ് എടുത്ത് കാണിക്കും. പലപ്പോഴും ആ പേഴ്സിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് കാണിച്ചിട്ട് പറയും, എന്തുണ്ടെങ്കിലും നേരിട്ട് കർത്താവിനോട് ചോദിച്ചോ, യേശുപ്പച്ചൻ തരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് ഒരു ഏറ്റവും വലിയ എന്റെ ജീവിതത്തിലെ ഒരു പാഠം ഹല്ലേലൂയ അവരെ പഠിപ്പിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. പല
പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് വേണ്ടതുള്ളൊന്നും കരുതാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവിന്റെ കരങ്ങളിൽ സകലവുമുണ്ട്. അവർക്ക് എത്ര ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലോ ദൈവസന്നിധാനത്തിൽ ഒന്നിനും കുറവില്ല കേട്ടോ. ഹല്ലേലൂയ. അവരെ കൊണ്ട് കഴിയാത്തത് പോലും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പഠിച്ചൊരു നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. അങ്ങനെ അത്ഭുതമായിട്ട് അവിടെ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ ആദ്യം കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടി തൊട്ട് താഴെ വരെ അവർ നോക്കിയിട്ട് ചെക്ക് ചെയ്യും, എല്ലാം ഓക്കെ ആണോ, നീറ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച സമയം ഞാൻ കയറി ചെന്നപ്പോ പെട്ടെന്ന് ഞങ്ങളുടെ പി സർ ഗേറ്റിനടുത്ത് നിന്ന് പറഞ്ഞു, ഷൂ ഇച്ചിരി പൊളിഞ്ഞു പോയിട്ടുണ്ട് ഫ്രണ്ടില്, അതുകൊണ്ട് ഇനി ഈ ഷൂ ഇട്ടോണ്ട് അകത്തേക്ക് കയറി വരാൻ പറ്റത്തില്ല. മൺഡേ വരുമ്പോഴേക്കും പുതിയ ഷൂ ഇട്ടുകൊണ്ട് നമ്മുടെ സ്കൂൾ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് വരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതേപടി ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഡാഡി ഇതുപോലെ ഷൂ മേടിക്കണം, വേറെ ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് മൺഡേ പോകുമ്പോഴത്തേക്ക് ഇത് മേടിച്ചില്ലെങ്കിൽ അകത്ത് കയറ്റത്തില്ല എന്ന് പി സർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പതിവ് പോലെ ഡാഡി വീണ്ടും പറഞ്ഞു, എന്റെ കാര്യങ്ങളിൽ ഒന്നുമില്ല, നീ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്ക്, യേശുപ്പച്ചൻ തരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എപ്പോഴും നമ്മൾ കാണുന്നത് മമ്മി പലപ്പോഴും ഇങ്ങനെ തലയിൽ തുണിയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ നമ്മൾ എപ്പോഴും കാണുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ ഓടിച്ചെന്ന് ഒരു ഷോൾ എടുത്തിട്ടു, ഒരു കൈയില്ലാത്ത ഒരു കോട്ടൺ പെറ്റിക്കോട്ട് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് ഒച്ചത്തിൽ കരഞ്ഞ് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു, അപ്പാ എനിക്ക് ഷൂ വേണം, ദൈവമേ എന്റെ പപ്പേന്റെ കയ്യിൽ പൈസ ഇല്ല, ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഇങ്ങനെ കരഞ്ഞ് ഡ്രസ്സിന്റെ ഓരോ ലെയറും ഇങ്ങനെ നനഞ്ഞ് വരുവാനായിട്ട് ഇടയായി. കുറച്ച് കഴിഞ്ഞപ്പോ ഓടിച്ചെന്ന് മമ്മിയെ കാണിച്ചു, മമ്മി കണ്ടോ ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ഡ്രസ്സ് ഇത്രയും നനഞ്ഞു, എത്ര നനയുന്നോ അതാണ് ആ പ്രാർത്ഥനേന്റെ അളവ്. അപ്പം മമ്മി പറഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും നീ പ്രാർത്ഥിച്ചോ, യേശുപ്പച്ചൻ ഡെഫിനറ്റ് ആയിട്ടും കേൾക്കുമെന്ന്. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച വൈകിട്ടായി, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മനസ്സിൽ വീണ്ടും ഒരു ടെൻഷൻ തുടങ്ങി, നാളെ രാവിലെ ഇനിയിപ്പോ എന്ത് ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനത്തോടെ പോയി കിടക്കുവാനായിട്ട് ഇടയായി. അന്നേരം പെട്ടെന്ന് ചർച്ചിലെ ഒരു സഹോദരൻ ഡാഡിയെ പെട്ടെന്ന് വിളിച്ച് വീട്ടിലേക്ക് വന്നൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് വിളിച്ചു. അങ്ങനെ പെട്ടെന്ന് അവിടെ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങിയ ഉടനെ ഒരു ഷൂ മേടിക്കാൻ എത്ര പണമാണോ ആവശ്യം അത്രയും പണം ഹല്ലേലൂയ ഡാഡിന്റെ കീശയിലേക്ക് അവർ വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ പൈസ കൊണ്ട് നേരിട്ട് പോയി ഷൂ മേടിച്ച് രാത്രി ഉറങ്ങിക്കിടന്ന കൊച്ചിന്റെ കാലിലിട്ട് ഹല്ലേലൂയ ഒരു കാര്യം പറഞ്ഞു, ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ മറ്റുള്ളവരെ പോലെ ഹല്ലേലൂയ കണ്ണുണ്ടെങ്കിലും കാണാത്തതോ, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തതും, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ തന്റെ മക്കൾക്ക് എന്താണോ ആവശ്യം, ഹല്ലേലൂയ ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഏത് വലിയ കാര്യങ്ങളാണെങ്കിലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇന്നും കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഹല്ലേലൂയ ചെറുപ്രായത്തിൽ തന്നെ അനുഭവങ്ങളിലൂടെ പഠിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3 പെൺകുട്ടികളുണ്ട്. ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ എത്രയധികം ഫീസിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ദൈവം നടത്തിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സ്കൂളിൽ അഡ്മിഷൻ തന്നെ ലഭിച്ചത്. പലപ്പോഴും ചില സമയത്തൊക്കെ ഫീസ് സമയത്തിന് കെട്ടാതാകുമ്പോൾ ക്ലാസ്സിൽ നമ്മളെ എണിപ്പിച്ച് നിർത്തും. ചില ടീച്ചേഴ്സൊക്കെ നമ്മൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കൊണ്ട് കുറച്ച് കൺസെഷൻ ഒക്കെ കാണിക്കും, കുറച്ചേരം എണിപ്പിച്ച് നിർത്തിയ പിന്നേക്ക് അവർ ഇരുത്തും. പക്ഷെ ചിലരൊന്നും ചെയ്യത്തില്ല. അപ്പം നമ്മൾ അന്നേരം ക്ലാസ്സിൽ എണിപ്പിച്ച് നിർത്തും. കുറച്ച് കഴിയുമ്പോൾ പറയും ക്ലാസ്സിന്റെ ബാക്ക് സൈഡിലേക്ക് പോയി നിൽക്കാൻ പറയും. ഇനിയും കുറച്ചുകൂടെ ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് പറയും, ഇല്ല ഇനി ക്ലാസ്സിൽ നിൽക്കാൻ പറ്റത്തില്ല, ക്ലാസ്സിന്റെ വെളിയിൽ നിൽക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരിക്കലും വേറെ ഒരു തെറ്റോ പണിഷ്മെന്റോ ഒന്നും കിട്ടാതെ നമ്മൾ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ പലപ്പോഴും മനസ്സിനുള്ളിൽ വലിയൊരു ടെൻഷനൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അവിടേക്ക് ദൈവത്തിന്റെ ഒരു ധൈര്യം ഹല്ലേലൂയ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി. അങ്ങനെ വീണ്ടും കെട്ടാതെ വരുമ്പോ അവർ നേരെ പ്രിൻസിപ്പൽ ചേംബറിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. അപ്പൊ ആ സ്കൂളിലെ സകല കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോ പലരും നമ്മളെ നോക്കി ചിരിക്കാറുണ്ട്, പലവിധമായ എക്സ്പ്രഷൻസ് കാണിക്കാറുണ്ട്. അപ്പം പലപ്പോഴും നമ്മളെ ഹെൽപ്ലെസ് ആയിട്ട് കർത്താവേ എന്താണ് ഇതെന്ന് പോലും നമുക്ക് നേരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരും, ചില ഇല്ലായ്മകൾ കടന്നു വരും. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനായ ദൈവം ഹല്ലേലൂയ
ഇന്ന് എന്റെ കൂടെ പഠിച്ച അനേകരിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഉന്നതമായ സ്ഥാനത്ത് തമ്പുരാൻ എന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതെന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, ഞങ്ങൾക്ക് ആർക്കും അതിന് പുകഴുവാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. അത് തമ്പുരാന്റെ കരുതലാണ്, അത് തമ്പുരാന്റെ നീതിയാണ് എന്ന് ഹല്ലേലൂയ അനേകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്രയും കോൺഫിഡൻസോടെ വിളിച്ചു പറയുവാൻ കർത്താവ് സഹായിച്ചു. പലവിധ ദിവസങ്ങളിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് രാവിലെ സ്കൂളിൽ ലഞ്ച് ബോക്സ് എല്ലാം കൊണ്ടുപോകണമല്ലോ. ഒരു ദിവസം നോക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ല. എല്ലാം മമ്മി രാവിലെ നോക്കുമ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. അവസാനം നമ്മള് ഈ എണ്ണയിലിട്ടാൽ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലത്തെ കളറായിട്ട് ഷേപ്സിലൊക്കെ ഉള്ള ഒരു സാധനം ഏതോ കാലത്ത് മേടിച്ചിട്ടതാണ്. അപ്പം ഇത് എപ്പോഴും ഒരുമിച്ച് കഴിച്ചു തീർക്കുന്നോർത്ത് മമ്മി ഒരു പാക്കറ്റ് ഞങ്ങൾ കാണാതെ എവിടെ എടുത്ത് പാത്തിട്ടതാണ്. കറക്റ്റ് സമയത്ത് നോക്കിയപ്പോ ആ സാധനം കണ്ടു. അന്നേരം പെട്ടെന്ന് എടുത്ത് ടിഫിൻ ബോക്സ് കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എല്ലാവർക്കും വെറുതെ ഈ ചെറിയ പപ്പടം പോലത്തെ സാധനം വേഗം ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ പാത്രത്തിൽ 2 ഇട്ടിട്ട് സ്വോത്രം പറഞ്ഞ് ഞങ്ങളെ അങ്ങ് പറഞ്ഞയച്ചു. അപ്പൊ ഉച്ചയ്ക്ക് ഏറ്റവും ഇളയ അനീത്തി LKG പഠിക്കുവാണ്. ഏറ്റവും ഇളയ അനീത്തി വീട്ടിലേക്ക് വരുമ്പോ കൊടുക്കാൻ ഭക്ഷണം ഇല്ല. അപ്പൊ മമ്മി പറഞ്ഞു, ദൈവമേ, അവള് ഭക്ഷണം ചോദിക്കാൻ പാടില്ല എന്ന് മമ്മി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവള് വന്ന ഉടനെ എന്ത് ചെയ്തു? ഒന്നും ചോദിച്ചില്ല, അതേവിടെ കിടന്നു. അതേപോലെ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ 2 പേരും വരും. അപ്പം അന്ന് പണ്ടോട്ടേ എനിക്കാണ് ഇച്ചിരി വിശപ്പൊക്കെ ഇച്ചിരി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അന്നേരം വേഗം വന്ന ഉടനെ ഞാൻ ചോദിച്ചു, മമ്മി രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്കും ഒന്നും കഴിച്ചില്ല, ഇനി ഇപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇല്ല മോനെ, പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്നോ, പപ്പ വെളി പോയിട്ടുണ്ട്, വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയക്കാനിടയായി. ഞങ്ങൾ അന്നേരം വേഗം പോയിട്ട് ടയേർഡായിരുന്നു. ഒരു ചെറിയ പ്രായത്തിൽ നമ്മളൊരു ഹോൾ ഡേ ഒന്നും കഴിക്കാതെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അത് എത്രത്തോളം ടയേർഡാവും നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങളും അതേപടി കയറി കിടക്കുവാനായിട്ടിടയായി. പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോ 2 വ്യക്തികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. അത് വേറെ സഭയിലെ ഒരു ദൈവദാസനും വേറെ ഒരു അങ്കിളുമാണ് അവർ കടന്നു വന്നത്. അവര് കടന്നു വന്ന് കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഇന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. അവര് വണ്ടി എടുത്ത് പോകുവാനായി തുടങ്ങി. നോക്കുമ്പോ അവര് വന്നപ്പോ ഒരു ചാക്ക് കൊണ്ടുവന്നായിരുന്നു. അത് അവരവിടെ വെച്ചിട്ട് പോയി. അന്നേരം ഞങ്ങൾ പറഞ്ഞു, അങ്കിളെ ചാക്ക് എടുത്തിട്ടില്ല കൊണ്ടുപോകാൻ വേണ്ടിന്ന്. അന്നേരം അവര് പറഞ്ഞു, അല്ല അത് ഇവിടത്തേക്ക് ഉള്ളതാ എന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഹല്ലേലൂയ ഏകദേശം 1 മാസത്തിന് എന്തൊക്കെ ഗ്രോസറീസ് ആണോ ഒരു വീട്ടിൽ ആവശ്യമുള്ളത്, ഹല്ലേലൂയ അത് മുഴുവനും അതിലുണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മളുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ കാക്കയാൽ തന്റെ ദാസനെ പോഷിപ്പിച്ച ദൈവം ഇന്നും നമ്മളെ പോഷിപ്പിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ വചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾ വയലിലെ പൂക്കളെ നോക്കുക, അല്ല ആകാശത്തിലെ പറവകളെ നോക്കുക, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറങ്ങളിൽ കൂട്ടിവെക്കുന്നില്ല, എന്നാൽ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് അവരെ പോറ്റുന്നതെങ്കിൽ ഹല്ലേലൂയ എന്നെയും നിന്നെ നമ്മൾ ഓരോരുത്തരെ ദൈവം സ്വന്തം കൈകളാൽ നിർമ്മിച്ചെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയാതിരിക്കുവോ? ഹല്ലേലൂയ വചനം പറയുന്നത്, മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടെ നിങ്ങൾക്ക് സകലവും ലഭിക്കും. ഹല്ലേലൂയ ഇന്ന് പലപ്പോഴും നമ്മൾ പലവിധ ആദിയിലും വ്യാധിയിലൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്താകുന്നുള്ള ടെൻഷൻ, എന്ത് തിന്നും, എന്ത് ഉടുക്കും, എങ്ങനെ ജീവിക്കും എന്ന പലവിധമായ ടെൻഷനുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ ഇതിനൊക്കെ ഒറ്റ മറുപടിയുള്ളൂ. ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ, ഹല്ലേലൂയ ദൈവത്തിന് ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്താൽ നമ്മുടെ ചെറുതു വലുതുമായ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നോക്കിക്കൊള്ളും. ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനത്തിൽ അന്തരീക്ഷം അത് തന്നെയായിരുന്നല്ലോ. എപ്പൊ നോക്കിയാലും നമ്മുടെ ചില ദിവസങ്ങൾ ആഴ്ചയിൽ 7 ദിവസവും പ്രാർത്ഥനയാണ്. അങ്ങനെ എല്ലാ മീറ്റിംഗ്സും ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. എവിടെ ഞങ്ങളെ വീട്ടിലാക്കി അധികം അങ്ങനെ പോകാറില്ല. പോകുന്നിടത്തെല്ലാം നമ്മൾ തന്നെയാണ് പാടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അല്ലാതെ അവര് മാത്രം ചെയ്യും, നമ്മൾ വെറുതെ പുറകിൽ ഇരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ചെറുപ്രായത്തിൽ തന്നെ ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം കർണാടകയിൽ വന്ന സമയത്ത് കന്നഡ അറിയുന്ന വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അന്നേരം 1ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ മൈൻഡ് മെച്യൂരിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ 1ാം ക്ലാസ് തൊട്ട് സഭയിൽ ബൈബിൾ വായിക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ഞാൻ എന്റെ കന്നഡയിൽ ബൈബിൾ വായിച്ച് ഡാഡി അത് മലയാളത്തിൽ എഴുതി എടുത്തിട്ടാണ് ഞായറാഴ്ച ആരാധനകളിൽ വായിച്ചു കൊണ്ടിരുന്നത്. ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഉത്തരവാദിത്ത ബോധം എവിടുന്നോ കർത്താവ് തന്നു. പലപ്പോഴും നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്ത് വലിയ പിള്ളേരെ പോലും നമുക്ക് ഒരു 5 മിനിറ്റ് പിടിച്ചിട്ടാൻ പറ്റാത്ത സമയത്ത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവം ഒരു പ്രത്യേകമായ ഒരു കൃപ തന്നു.
ചില കാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ, ചെറുപ്രായത്തിൽ തന്നെ ആരാധനകൾ ലീഡ് ചെയ്യുവാൻ, വചനത്തിൽ സംസാരിക്കുവാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, സുവിശേഷങ്ങൾ പറയുവാൻ, വീട് വിസിറ്റുകൾ, ഹോസ്പിറ്റൽ വിസിറ്റുകൾ എല്ലാം പലതും ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് പഠിപ്പിക്കുന്ന ഒരു നല്ല അന്തരീക്ഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അതൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നും പല സ്ഥാനങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരു വിശ്വാസത്തിൽ ഒരു ചോർച്ച വന്നിട്ടില്ല. അനുഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നടത്തിയ ദൈവം ഇന്നും നമ്മളെ നടത്തുവാൻ ശക്തനാണെന്ന് ഒരു ഉറപ്പോട് തന്നെയാണ് നിൽക്കുന്നത്. പല ഓരോ വിഷയങ്ങളും ഒരു പേപ്പറിൽ ഒരു ലിസ്റ്റ് പോലെ എഴുതും. എന്നിട്ട് ആ ചെറുപ്രായത്തിൽ പറയുന്നത്, എന്നിട്ട് ബെഡിന്റെ സൈഡിൽ ഒട്ടിച്ചു വെക്കൂ. എന്നും രാവിലെയും വൈകിട്ടും അതിന് മേലെ കരം വെച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച സകല വിഷയത്തിനു ദൈവം മറുപടി തന്നു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച വിഷയങ്ങൾ എന്റെ മനസ്സിൽ നന്നായി കിടപ്പുണ്ട്. അന്നേരം എന്റെ ബർത്ത്ഡേ വരുവാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, വർഷത്തിൽ ഒരു ഉടുപ്പ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ദൈവമേ, അത് സ്കൂളിൽ അന്ന് മാത്രമേ നമുക്ക് കളർ ഡ്രസ് ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ബർത്ത്ഡേക്ക് എനിക്ക് ഒരു ഡ്രസ്സ് കർത്താവേ ദൈവമേ നീ തരണേ എന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമത് ഞാൻ ക്ലാസ്സിലെ മിക്കവാറും ഫസ്റ്റ് റാങ്ക് ആണ്. പലപ്പോഴും മാത്സിൽ 1/2 മാർക്ക് 1 മാർക്ക് എന്റെ കുറഞ്ഞു പോകും. അങ്ങനെ എനിക്ക് ഫസ്റ്റ് റാങ്ക് മിസ് ആകാറുണ്ട്. അന്നേരം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഈ പ്രാവശ്യം മാത്സിൽ എനിക്ക് ഫുൾ മാർക്ക് വേണമെന്ന്. അതിനോട് വേറൊരു കാര്യം പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു സൈക്കിള് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഒരു വലിയൊരു ബോധ്യം അന്ന് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ എല്ലാം നേരിട്ടായി കാര്യങ്ങൾ. പല മറുപടികൾ വരുമ്പോഴാണ് മാതാപിതാക്കളിൽ നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പോലും അറിയുന്നത്. അത്രയും ഒരു ദൈവത്തിലുള്ള ഒരു ആശ്രയം ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ബർത്ത്ഡേ വന്നപ്പോൾ ഒരു ഡ്രസ്സിന് പകരം എനിക്ക് 3 ഡ്രസ്സ് കിട്ടാനായിട്ട് ഇടയായി. ഡാഡി ഒരു ഡ്രസ്സ് മേടിച്ചെന്നു. പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഞങ്ങളെ കാണാൻ വന്ന ഒരു ഫാമിലി ഒരു ഡ്രസ്സ് മേടിച്ചെന്നു. പിന്നെ ചർച്ചിലെ വേറൊരു പുള്ളിക്കാരി എനിക്കൊരു ഡ്രസ്സ് മേടിച്ചു. അങ്ങനെ 1 ചോദിച്ചു, 3 കർത്താവ് തന്നു. അങ്ങനെ ആ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളില് മാത്സിലും ഫുൾ മാർക്ക് കിട്ടി. എനിക്കത് ഫസ്റ്റ് റാങ്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഇച്ചിരി വൈകിയിരുന്ന കാര്യം ഈ സൈക്കിളാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലവിധ ഉത്തരങ്ങൾ വരും. ചില പ്രാർത്ഥനകൾക്ക് ദൈവം പെട്ടെന്ന് മറുപടി തരും. ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ല എന്ന് തന്നെ വരും. എന്നാൽ ചില പ്രാർത്ഥനയ്ക്ക് നമ്മൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യണം. പക്ഷെ അതിനും ദൈവം ഒരിക്കലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുന്ന കർത്താവല്ല. ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതേപടി ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു 6 മാസത്തോളം ഞാൻ ഇതെല്ലാം ടിക്കിട്ടു. ഇത് മാത്രം ടിക്കിടാതെ ഇങ്ങനെ ഇരിക്കുക. വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ചർച്ചിലുണ്ടായിരുന്ന ഒരു ആന്റി അവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ചു വെച്ച സൈക്കിളാ. എന്നാൽ അവരൊന്നും ഓടിക്കുന്നില്ല, ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, മോനെ ഇത് കൊണ്ടോക്കോ, മോന് ഇഷ്ടപ്പെടും, മോൻ ഓടിക്കാലോ, ഇവിടെ ആരും ഇത് ഓടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നല്ല പുതിയ സാധനമാണ്, കൊണ്ടോക്കോന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് സൈക്കിളും കിട്ടി. ആ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങള് ദൈവം അനുഗ്രഹിക്കാനിടയായി. വീട്ടിലെല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കണം, മാസത്തിൽ 3 ദിവസം ഉപവസിക്കണം, വർഷത്തിൽ 7 ദിവസം ഉപവസിക്കണം. ബ്രെഡും പാലും മുട്ടയും കഴിച്ചുകൊണ്ടുള്ള ഉപവാസത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പൂർണ്ണ ഉപവാസം. ഞായറാഴ്ചകൾ നമ്മുടെ അടുക്കളയില് ഒന്നും തന്നെ മിക്കവാറും ഉണ്ടാകാറില്ല. അത് ഏറ്റവും ചെറിയ ആള് തൊട്ട് ഏറ്റവും വലിയ ആൾക്ക് വരെ ഈ റൂൾ ബാധകമാണ്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ തലമുറകളൊക്കെ വളർന്നു വന്നു, സാഹചര്യങ്ങളൊക്കെ മാറി, നമ്മൾ അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, നല്ല മെഡിക്കൽ കൊടുക്കുന്നു, നല്ല ഫ്യൂച്ചറിന് വേണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. എന്നാൽ എവിടെയൊക്കെ നമ്മൾ ആത്മീക കാര്യങ്ങളിൽ ഹല്ലേലൂയ വിട്ടുവീഴ്ച ചെയ്ത് ഇന്ന് പല ഭവനങ്ങളും ശത്രു കയറി തലമുറകളെ തകർക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും വളരെ സ്പഷ്ടമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഏറ്റവും കൂടുതലായിട്ട് ദൈവ കാര്യങ്ങളിൽ എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവർ പല സ്ഥലങ്ങളാകും അവർ കഴിച്ചോ കുടിച്ചോ പോയോ വന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂ. അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരാധനകൾക്ക് കടന്നുപോയോ, ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിന് സ്ട്രിക്റ്റ് നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണ് പല ഭവനങ്ങളിലും ഇന്ന് ഹല്ലേലൂയ കണ്ണുനീർ ഭവനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്ഥിതി നമുക്ക് വരാതിരിക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ കുറെ കാര്യം പറയുന്നത്, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. അങ്ങനെ പല സ്കൂളുകളിലും ഇവർ മാറി മാറി പോകുമ്പോ പല സ്ഥലത്തൊക്കെ പഠിച്ചു. അങ്ങനെ +2 എത്തി. അന്നേരം ഇനിയിപ്പോ എന്താ നമുക്കറിയാം, വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. പലവിധ കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഓപ്ഷൻസ് ഉണ്ട്, പലരും പലതും പറയുന്നു. അപ്പൊ 1ാം ക്ലാസ് തൊട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എയ്റോസ്പേസ് എഞ്ചിനീയർ ആകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അത് വരാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ
ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ച സ്കൂളിലെ തൊട്ടടുത്ത് പൈലറ്റ്സിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ അവർ വലിയ ഫ്ലൈറ്റ് ഒക്കെ പിന്നീട് കൊണ്ട് വെക്കുവാനായിട്ടൊക്കെ ഇടയും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഹൃദയത്തിൽ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ സ്കൂളിൽ സയൻസ് പ്രോജക്റ്റ് ഒക്കെ വരുമ്പോൾ കൂടുതലും ഈ റോക്കറ്റ്സിന്റെ സാറ്റലൈറ്റ്സിന്റെ ഒക്കെ വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ചന്ദ്രയാൻ 1 എന്ന് പറഞ്ഞ സാറ്റലൈറ്റിന്റെ ലോഞ്ചിന്റെ സമയത്ത് അതിന്റെ പ്രോജക്ട് ഡയറക്ടറെ കാണാൻ സെലക്ഷൻ കിട്ടിയ ഒരാളില് ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ നേരിട്ട് അവരെയൊക്കെ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരിക്കുവാണ്. എവിടെ റോക്കറ്റിന്റെ സാറ്റലൈറ്റിന്റെ പിക്ചർ കണ്ടാലും അതൊക്കെ എടുത്തു വെച്ച് കാര്യമായിട്ട് അതിനെ പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ എന്റെ മനസ്സിൽ ഈ ആഗ്രഹമായിരുന്നു. അപ്പൊ പേരൻസ് പറഞ്ഞു ദൈവം ഇതാണെങ്കിൽ നടക്കട്ടെ എന്ന് അവരും ഒന്നും പറയാനായിട്ട് ഇടയായില്ല. അങ്ങനെ +2 സമയത്ത് വന്നു. എന്റെ +2 എക്സാമിന് മുമ്പ് ഒരു ഉപവാസ പ്രാർത്ഥന, 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടല്ലോ എല്ലാ മാസം. ആ സമയത്ത് പൂർണ്ണ ഉപവാസത്തിൽ ഞാൻ നിൽക്കുമ്പോ ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന വേറൊരു ദൈവദാസൻ പുള്ളി എന്നോട് ചോദിച്ചു, കുഞ്ഞേ മോൻ എന്താകാനാണ് ആഗ്രഹം എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അതിന്റെ ഉത്തരം അറിയാം. എല്ലാവരും പറഞ്ഞോളൂ. വളരെ കോൺഫിഡൻസോടെ ഞാൻ പറഞ്ഞു എനിക്ക് എയറോസ്പേസ് എഞ്ചിനീയർ ആകണം. മിക്കവാറും എല്ലാവരോടും ഈ കാര്യം പറയുമ്പോൾ എല്ലാവരും എന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യും. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് എന്താണ് എടുക്കേണ്ടത് ഒന്നും ഒരു എത്തുംപിടി ഇല്ലാത്ത കാലത്ത് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു എയിമൊക്കെ വെച്ച് അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഈ ദൈവദാസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഒരു എക്സ്പ്രഷനും ഇല്ല. ഞാൻ ചോദിച്ചു, പാസ്റ്റങ്ങളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താന്ന് ഞാൻ ചോദിച്ചു. പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരാളല്ല 3 പേരും ഡോക്ടേഴ്സ് ആയി തീരുമെന്ന് പറഞ്ഞു. ഇതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നു. ഞങ്ങളുടെ സഭയിൽ ഇഷ്ടം പോലെ ഡോക്ടേഴ്സും നഴ്സസും ഡെന്റിസ്റ്റ് എല്ലാ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട്. അവർ ചിലപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അവിടുന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഞാനോർത്തു ഇതൊക്കെ നടക്കുവോ, എങ്ങനെയാ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ +2 എക്സാം കഴിഞ്ഞു, എൻട്രൻസ് വന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഈ എഞ്ചിനീയറിംഗിന്റെ കാര്യം ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു കേരളത്തിലെ ഒരു ട്രിവാൻഡ്രത്തെ ഒരു കോളേജാണ്. അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ട് വേണം ഇതിന്റെ അപ്ഡേറ്റ്സ് നോക്കാൻ. അന്ന് നമുക്ക് ഫോണിലൊന്നും ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു സമയമല്ലേ. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു. ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വന്നപ്പോ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനത് പിന്നെ പോയി നോക്കുമ്പോൾ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ആകെ തകർന്നു. 3 ദിവസം കരച്ചിലും വീഴ്ചയിലാണ്. ഇത്രയും വർഷമായിട്ട് ഞാൻ കൊണ്ടു നടന്ന എന്റെ ആഗ്രഹം എന്തുകൊണ്ട് നടന്നില്ല കർത്താവേ എന്നൊക്കെ ദൈവത്തോട് കുറെ ചോദ്യമൊക്കെ ചോദിച്ച് വിഷമിച്ച് ഞാൻ ഇരുന്നു. പക്ഷെ എന്റെ റിസൾട്ട് വന്നപ്പോ എനിക്ക് മെഡിസിന്റെ ഗവൺമെന്റ് കോളേജില് ഹല്ലേലൂയ അത് മെഡിക്കൽ ഗവൺമെന്റ് സീറ്റ് കിട്ടാനായിട്ട് ഇടയായി തീർന്നു. ആദ്യമൊക്കെ ഞാൻ പല വിഷമത്തോടെ ഞാൻ കടന്നു പോയെങ്കിലും ഹല്ലേലൂയ ഇന്ന ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒരു പക്ഷെ ഞാൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് ചേർന്നായിരുന്നെങ്കിൽ ആ കോഴ്സ് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം എന്നെ ആക്കി വെച്ച സ്ഥാനത്ത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവഹിതം. പലപ്പോഴും നമ്മുടെ ചിന്തകളെക്കാളും നമ്മുടെ ആലോചനകളെക്കാളും നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഹല്ലേലൂയ നമ്മുടെ തമ്പുരാനുണ്ട്. നമ്മൾ ഏത് പ്രൊഫഷൻ എടുക്കണം, ഏത് ജോലി ചെയ്യണം, ഏത് രാജ്യത്ത് ജീവിക്കണം എന്ന് ആരൊക്കെ നമ്മളോട് പ്രവചിച്ചാലും പ്രവചിച്ചില്ലെങ്കിലും കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് മാത്രമേ നടക്കത്തുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്റ്റും പ്രസന്റും അറിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല. ആ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര പോയി കൈയും കാലിട്ട് അടിച്ചാലോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലോ ദൈവം അപ്പ നിന്റെ ഹിതമാണോ, നിന്റെ ഹിതമാണെങ്കിൽ എന്നെ ഇത് നടത്തണമേ എന്ന് നമ്മൾ പോകുമ്പോണ്ടല്ലോ ജീവിതം വളരെ ഈസിയായി. അങ്ങനെ വീണ്ടും ജീവിതത്തിൽ വലിയൊരു പാഠം പഠിച്ചു. നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും ദൈവഹിതമാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതേ പാഠമാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. ഏത് കാര്യമാണെങ്കിലും എന്നെ ഒരു മീറ്റിംഗിന് വിളിച്ചാൽ പോലും ഞാൻ ദൈവസിദ്ധാന്തത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ദൈവം നിന്റെ ഹിതമാണോ അല്ലേലോ, അത് മാത്രം മതി. നമ്മുടെ ഇഷ്ടങ്ങൾ പോയാൽ പലപ്പോഴും അത് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ആയി വീണ്ടും നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും. പക്ഷെ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പോകേണ്ട വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അതൊക്കെ മറികടന്ന് പോകി ഹല്ലേലൂയ ജയോത്സവമായി നമുക്ക് ജീവിതത്തിൽ നമുക്ക് നടക്കണമെങ്കിൽ ദൈവഹിതത്തിനു വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. വീണ്ടും വേഗത്തിൽ ഞാൻ മുമ്പോട്ട് വരട്ടെ. അങ്ങനെ +2 കഴിഞ്ഞു, എൻട്രൻസിന് സീറ്റ് കിട്ടി, കോളേജിൽ പോയി.
സാഹചര്യങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എനിക്ക് മെഡിസിന് സീറ്റ് കിട്ടിയത് മൈസൂരിലാണ്. പേരൻസ് അന്നേരം മൈസൂരിൽ നിന്ന് ഒരു 8 മണിക്കൂർ ദൂരെ ദാവൺഗര എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പൊ എന്നെ കമ്പൽസറി ആയിട്ടും ഒരു കോളേജിന് ചെയ്യാന്നുള്ള ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എന്നെ നിർത്തുവാനായിട്ടിടയായി. അന്നേരം നോക്കുമ്പോൾ പല ദിവസങ്ങളും കഷ്ടി നമ്മുടെ ഇതിന്റെ ഫീസ് കൊടുക്കേണ്ട പൈസ മാത്രമേ ഉള്ളൂ. 1 രൂപ പോക്കറ്റ് മണി ഇല്ല. അന്നേരം നമ്മള് ഡ്യൂട്ടിക്ക് പല സ്ഥലങ്ങളിൽ പോകണം. പലവിധമായ ചെറുതും വലുതുമായ ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെ നടന്നു ഇന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നിനും കുറവില്ലാതെ കർത്താവ് നടത്തി. പല വ്യക്തികളോട് ദൈവം ഇടപെട്ട് എനിക്ക് എന്താണോ ആവശ്യം കൃത്യസമയത്ത് ദൈവം കൊണ്ടെത്തിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് എൻ്റെ ആദ്യത്തെ ഇന്റേണൽസിന്റെ സമയമാണ്. അപ്പം അനാറ്റമി എക്സാമിന്റെ തലേ ദിവസം നോക്കുമ്പോൾ എല്ലാവരും ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിച്ചു. എനിക്ക് ബുക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം മെഡിസിന് അനാറ്റമി സബ്ജക്റ്റിൽ തന്നെ 7 or 8 ബുക്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് മേടിക്കണം. ഓരോ ബുക്കും നല്ല വിലയുള്ള ബുക്കാണ്. അപ്പം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ ലൈബ്രറിയിൽ പോയി അന്വേഷിച്ചപ്പം എല്ലാവരും നേരത്തെ തന്നെ എടുത്തു. ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് കോപ്പീസ് ഒന്നും ഇല്ല. പുതിയൊരു കോളേജ് ആയതുകൊണ്ട് അവർക്ക് ഒത്തിരി സപ്ലൈയും ഇല്ല. അതുകൊണ്ട് ഇനി ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പൊ നാളെ പരീക്ഷയാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 കുഞ്ഞുങ്ങളോട് ഞാൻ കാല് പിടിച്ച് ചോദിച്ചു, നിങ്ങൾ എനിക്ക് കുറച്ചു നേരം ടെക്സ്റ്റ് ബുക്ക് തരുമോ? ഞാൻ കുറച്ചു നേരം പഠിക്കാം. അന്നേരം വരെ പഠിക്കണ്ടെന്നുള്ള ആൾക്കാർക്ക് അന്നേരം പഠിക്കണം. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാം ഇല്ല, എനിക്ക് പഠിക്കണം, എല്ലാവർക്കും അന്നേരം പഠിക്കണം. അങ്ങനെ ഇവര് ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, ആ ഒരു 10 മിനിറ്റ് എനിക്ക് നിങ്ങളുടെ ബുക്ക് തരാമോ? ഞാൻ കുറച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു തരാന്ന് പറഞ്ഞു. അവർ ശരി 10 മിനിറ്റേ ഉള്ളൂ, ഞങ്ങൾ വേഗം പോയി കഴിച്ചിട്ട് വരും, അപ്പോഴേക്ക് തരണം എന്ന് പറഞ്ഞു. ശരി, അവര് കഴിച്ചു വന്നപ്പോഴേക്കും ഞാൻ വേഗത്തില് കുറച്ച് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി എടുത്തു. അപ്പൊ ഞാൻ കഴിച്ചു വന്നപ്പോ ഇവരെ ബുക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഭയങ്കര കൺസൈസ് ആയിട്ട് ഷോർട്ട് നോട്ട്സ് വളരെ ഭംഗിയായിട്ട് എഴുതുന്ന ഇവര് കണ്ടു. ചോദിച്ചിട്ട് പറഞ്ഞു, ആ ഷോർട്ട് നോട്ട്സ് ഞങ്ങൾക്കൊന്ന് തരുമോ? ഞങ്ങൾക്ക് ഇത്രയും ബുക്കൊക്കെ ഒത്തിരി ഇരുന്ന് പഠിക്കാൻ പാടല്ലേ, നമ്മൾ നല്ല മനസ്സാക്ഷി അവർ നമ്മളെ സഹായിച്ചാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഈ ഷോർട്ട് നോട്ട്സ് അവർക്ക് എടുത്തു കൊടുത്തു. ഞാൻ ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ ആളും ഇല്ല, ഷോർട്ട് നോട്ട്സും ഇല്ല, ടെക്സ്റ്റ് ബുക്കും ഇല്ല. ഇത് 3 എടുത്തോണ്ട് ഈ പുള്ളികൾ എല്ലാരും വേറെ ഹോസ്റ്റലിലേക്ക് രാത്രി പോകാനായിട്ടിടെ. ഞാൻ വീണ്ടും പെട്ടു. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആകെ ആശ്രയം ഷോർട്ട് നോട്ട്സാ, അതും പോയി കിട്ടി. ഇനി ബുക്ക് തരാനും ആരുമില്ല, സഹായിക്കാനും ആരുമില്ല, ചോദിക്കാനും ആരുമില്ല. രാത്രി സമയമായി. ഞാൻ വളരെ ഹെൽപ്ലെസ് ആയി. ഞാൻ ഓടി എന്റെ താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിന്റെ ടെറസിൽ പോയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഉറക്കെ വാവിട്ട് ദൈവത്തോട് കരഞ്ഞു, അപ്പാ എന്നെ ഇന്ന് ഈ സാഹചര്യത്തിലാക്കിയത് നീയാണ്. എന്റെ അപ്പനും അമ്മയ്ക്ക് വേറെ ജോലിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എല്ലാരെയും പോലെ അവര് എനിക്ക് ബുക്ക് മേടിച്ച് തന്നേനെ. ഇല്ല, കുറഞ്ഞ പക്ഷെ ഈ ഷോർട്ട് നോട്ട്സ് എങ്കിലും ഞാൻ പഠിച്ച് രക്ഷപ്പെട്ടോളാന്ന് വിചാരിച്ചപ്പോ അതിനും ഒരു തീരുമാനം. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നേ മതിയാകൂ. ഇത്രയും കാലഘട്ടത്തിൽ ഞാൻ സേവിച്ചു വന്ന എന്റെ ദൈവം എന്റെ ഒരു കഷ്ടപ്പെടലിന്റെ സമയത്ത്, എന്റെ ഒരു ഒറ്റപ്പെടലിന്റെ സമയത്ത് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ പറ്റൂ. ഇനി ഞാൻ ആരോടും ചോദിക്കത്തുമില്ല, ഞാൻ ഇനി ഒന്നും പഠിക്കത്തില്ല എന്നൊരു വാശി എനിക്ക് ഉണ്ടായി. ഞാൻ രാത്രി മുഴുവൻ ദേവസന്ധാനിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ വീട്ടിലേക്ക് ആദ്യമൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു ടെൻഷൻ ആയപ്പോ. അന്നേരം അവരവിടെ ഇരുന്ന് കരച്ചില്, നമ്മൾ ഇവിടെ ഇരുന്ന് കരച്ചില്. പിന്നെ മനസ്സിലായി ഈ പരിപാടി ഇനി നടക്കത്തില്ല. ഇനി നമ്മൾ ആരെയും വിളിച്ചു പറയുന്ന പരിപാടിയില്ല. നമ്മൾ തന്നെ ദൈവത്തോട് പറഞ്ഞ് മിണ്ടാതിരിക്കുക. വെറുതെ ദൂരത്ത് എവിടെയെങ്കിലും കിടക്കുന്ന അവരെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് അന്ന് രാത്രി മുഴുവൻ ദൈവസിദ്ധാന്തത്തിൽ നിന്ന് കരഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പാട്ടിന്റെ 2 അടികൾ, ദൈവം ഇംഗ്ലീഷ് സോങ്ങിന്റെ ഒരു പാട്ടിന്റെ ചില വരികൾ കർത്താവ് മനസ്സിൽ തന്നു. ആ പാട്ട് ഇങ്ങനെയാണ്, ഹി ഈസ് മൈറ്റി ടു സേവ് എന്ന് പറഞ്ഞാൽ അവൻ വിടുവിപ്പാൻ ശക്തൻ. ഹല്ലേലൂയ. ആ പാട്ടിനെ ഞാൻ തിരിച്ചും മറിച്ചും കേട്ട് എന്റെ ചെവിയിൽ ഇയർഫോണും വെച്ച് ഞാൻ രാവിലെ പാട്ടും പാടി പോവാണ്. കൂടെ ഉള്ളവരൊക്കെ എന്നൊക്കെ പറയാ, എല്ലാം പഠിച്ചതിന്റെ അഹങ്കാരമാണ്. നിങ്ങൾക്കറിയാം സത്യാവസ്ഥ എന്താണുള്ളത്. ഹല്ലേലൂയ. രാത്രി ഒരു പോള പോലും കണ്ണടയ്ക്കാതെ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ കരഞ്ഞ് നിലവിളിച്ചത് ഹല്ലേലൂയ വേറെ ആരും കണ്ടില്ല, ദൈവം കണ്ടു. ഹല്ലേലൂയ. മനുഷ്യരാരും നമ്മളെ കണ്ടില്ലെങ്കിലോ നമ്മളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഏത് മനുഷ്യൻ നമ്മളെ സഹായിച്ചില്ലെങ്കിലോ ആ സ്വർഗം നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. എക്സാം ഹാളിൽ പോയി എന്താണെന്ന് അറിയില്ല, അവർ പേപ്പറൊക്കെ തന്നപ്പോഴത്തേക്ക് മൊത്തം ഒരു വെട്ടമാണ് ഞാൻ കണ്ടത്. നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അതും നമുക്ക് കുറെ ബൈഹാർട്ടയും ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇത്രയധികം കാര്യങ്ങൾ, ഡയഗ്രാംസ് ഒക്കെ, ഓരോ ഡയഗ്രാമിലും 50 ലേബലിങ്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ മൈൻഡിൽ നിൽക്കാനാ?
അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ണടച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ എഴുതേണ്ടതെന്ന് അറിയില്ല, എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം കാണുന്നു. എൻ്റെ മനസ്സിലൊരു പ്രൊജക്ടർ തെളിയാനായിട്ട് ഇടയായി. ഒരു പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അല്ല വെളിയിൽ എന്തെങ്കിലും ആണോ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് സ്വപ്നമല്ലാണോ? അല്ല, ഒറിജിനൽ സംഭവം ഞാൻ പറയുന്നത്. എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു പ്രൊജക്ടറാണ്. ആ പ്രൊജക്ടറിലൂടെ ഞാൻ കാണുന്നത് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിരിക്കുന്നതാ. ഹല്ലേലൂയ. ഏതൊക്കെ ചോദ്യമാണോ അതിൽ ചോദിച്ചേക്കുന്നത്, ഞാൻ കണ്ണടയ്ക്കുമ്പോഴേക്കും ആ ചോദ്യത്തിന് എന്ത് ഉത്തരവാണോ എഴുതണ്ടേ അത് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുവാനായിട്ട് തുടങ്ങി. ഇന്നും ആ കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്നും അതേ ഫീലിംഗ് എൻ്റെ മനസ്സിൽ അതേപടി കിടപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അത് മുഴുവൻ ഞാൻ എഴുതി ഏറ്റവും നല്ല മാർക്കിൽ ആ പ്രാവശ്യം പാസ്സാകാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ദൈവമക്കളെ, മനുഷ്യന് പ്രവർത്തിക്കാൻ പരിമിതികളുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ശത്രു ചില കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ നിന്റെ കൂടെ സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരിക്കലും ഹല്ലേലൂയ മറ്റാരുടെ ജീവിതത്തിലും അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു ദൈവ സാന്നിധ്യം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. അവന്റെ മുഖം നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയതുമില്ല എന്ന് വചനത്തിൽ വായിക്കുന്ന പ്രകാരം കർത്താവിനെ വിളിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഹല്ലേലൂയ അവൻ നിരാശയോടെ വിട്ടിട്ടില്ലെങ്കിൽ ഇന്നും ഹല്ലേലൂയ അതേ ദൈവം ഹല്ലേലൂയ ജീവനോടെ ഇരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ചെല്ലാനായിട്ട് കഴിയണം. അപ്പൊ ഫസ്റ്റ് ഇന്റേണൽ എക്സാം അങ്ങനെ കഴിഞ്ഞു. മെയിൻ എക്സാം ഞങ്ങളൊരു 25 പേരായിരുന്നു ആദ്യത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. എക്സാമിന്റെ ഇതുപോലെ പല പല സാഹചര്യങ്ങളിലും ഓരോ പരീക്ഷ ഇങ്ങനെയൊക്കെ എന്തൊക്കെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണ്. ഓരോ പ്രശ്നങ്ങൾ താണ്ടി താണ്ടി ഫസ്റ്റ് ഇയർ ഫൈനൽ എക്സാമിലേക്ക് വന്നു. അപ്പൊ റിസൾട്ടിന്റെ ദിവസം എല്ലാവരും റിസൾട്ട് വന്നു, എന്റെ റിസൾട്ട് വന്നു. ഞാൻ എല്ലാരും വിളിക്കുന്നു, ഒരു മനുഷ്യൻ ഫോൺ എടുക്കുന്നില്ല. എല്ലാരും വിളിക്കുന്നു, മാറി മാറി മാറി, ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ എന്താണ് പറ്റിയത്, ആരും ഫോൺ എടുക്കാത്ത എന്താണ്? നമ്മളെക്കാളും നന്നായി പഠിക്കുന്ന പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, എന്താ സംഭവിച്ചെന്നറിയില്ല. അവസാന ക്ലാസ്സിലെ ഒരു പയ്യൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസേ, ഇത്രയും പേരില് ഞാനും നീയും മാത്രമേ പാസ്സായിട്ടുള്ളൂ, വേറെ ആരും എല്ലാരും ഫെയിലായി പോയിന്ന്. ഭയങ്കരമായിട്ട് എനിക്കൊരു ഷോക്ക് ആവാനായിട്ട് ഇടയായി. ഇതുവരെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത്രയും പേരും ഫുൾ ഇയർ ഫസ്റ്റ് ഇയർ പാസ്സാകാൻ വെറും 2 വ്യക്തികൾ പാസ്സായെന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, ഞാൻ അന്നേരം തന്നെ അവിടെ തന്നെ മുട്ടുമേൽ ഇരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാവരും പാസ്സാകാൻ ലഡുവോ പായസോ ഒന്നും വെച്ചില്ല, എല്ലാവരും മുഴങ്കാൽ മുടക്കി ഹല്ലേലൂയ ദൈവത്തോട് നന്ദി പറഞ്ഞു. കർത്താവേ, നമുക്കിതിന് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഹല്ലേലൂയ, നമ്മളെക്കാളും യോഗ്യന്മാർ, ശ്രേഷ്ഠന്മാർ, ബുദ്ധിയുള്ളവർ അനേകർ ലോകത്തുള്ളപ്പോൾ ഹല്ലേലൂയ ഒന്നും ഇല്ലാത്ത നമ്മളെ ഹല്ലേലൂയ ആർക്കും വേണ്ടാതിരുന്നവരായി നമ്മളെ ഹല്ലേലൂയ തമ്പുരാൻ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ നമ്മളെ ഓരോ കഷ്ടഘട്ടങ്ങളിലും നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ മാനിച്ച് ഉയർത്തുന്നുള്ളതിന്റെ ഹല്ലേലൂയ കൃത്യമായ തെളിവായിരുന്നു. പിന്നെ 5.5 വർഷക്കാലം ഹല്ലേലൂയ ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സില്. അപ്പൊ എന്നെക്കാളും നന്നായി പഠിക്കുന്ന 1-2 പേരുണ്ടായിരുന്നു. അന്നേരം കോളേജ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, ഈ റിസൾട്ട് തെറ്റാണ്, നന്നായി പഠിക്കുന്ന ഇനിയും കുറെ പിള്ളേരുണ്ട്, അവരൊക്കെ എങ്ങനെയാ ഫെയിൽ ആയെന്ന് പറഞ്ഞ് അവര് യൂണിവേഴ്സിറ്റിക്കെതിരെ കേസൊക്കെ കൊടുത്ത് റീവാലുവേഷൻ ഇട്ടു. റീവാലുവേഷൻ ഇട്ടപ്പോഴും വീണ്ടും തോറ്റു അവര്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആർക്കും നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. ശത്രു എത്ര വാദിച്ചാലോ, നമുക്ക് എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഹല്ലേലൂയ അതിന് മേലെ ജയോത്സവം കൊണ്ടാടിയ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയറിന്റെ സമയത്താണെങ്കിൽ എന്റെ ഫൈനൽ എക്സാമിന്റെ സമയത്ത് ഉപവാസ പ്രാർത്ഥന നടക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രയർ മുടക്കാൻ പാടില്ല. അപ്പൊ രാവിലെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ പരീക്ഷ ഹോളിലേക്ക്. ഹല്ലേലൂയ. പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രയർ എന്റെ ജീവിതത്തിൽ ഇന്നവരെ മുടക്കിയിട്ടില്ല. ആരാധനകൾ ഞാൻ മുടക്കിയിട്ടില്ല. ഒരു ആത്മിക കൂട്ടായ്മകളും ഹല്ലേലൂയ ഇതുവരെ മുടക്കിയിട്ടില്ല എന്ന് കരുതി എന്റെ പഠിത്തത്തിനോ എന്റെ ജോലിക്കോ എന്റെ ഒരു കാര്യത്തിനോ തമ്പുരാൻ മുടക്കം വരുത്തിയില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി എത്രത്തോളം സ്ട്രോങ് ആയി നിൽക്കുമോ, കർത്താവ് നമുക്ക് വേണ്ടി അത്രയും സ്ട്രോങ് ആയി നിൽക്കുമെന്ന് പല തവണ ദൈവം ജീവിതത്തിൽ അനുഭവത്തോടെ പഠിപ്പിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ രാവിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വൈകിട്ട് എക്സാമിന് അങ്ങനെ പോയി എക്സാം എഴുതി ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല മാർക്കിൽ പാസ്സാകുവാൻ തമ്പുരാൻ സഹായിച്ചു. അങ്ങനെ ഫൈനൽ ഇയർ എത്തി. അവസാന എക്സാം ആണ്, ഇനി കഴിഞ്ഞ ഇന്റേൺഷിപ്പ് ആണ്.
എല്ലാം ഭംഗിയായി നടന്നു, ഇങ്ങനെയൊക്കെ ദൈവം നടത്തിയെന്നിരിക്കുമ്പോൾ എക്സാമിന്റെ ഒരു 10 ദിവസം മുമ്പ് തൊട്ട് എന്റെ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വേദന വരാനായിട്ട് തുടങ്ങി. ആദ്യം ഒരു തലവേദനയായിട്ട് വന്നു, പിന്നെ ഒരു കണ്ണുവേദന, ചെവി, ഇങ്ങനെ ഓരോ ഭാഗവും അറ്റാക്ക്, ഒരു സൈഡ് മുഴുവനും അനക്കാൻ വയ്യാത്തതുപോലെ ഒരു ബലഹീനതയും വേദനയും കടന്നു വരുവാനായിട്ടിടയായി. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഈ വേദന സഹിച്ച് ഇരുന്ന് പഠിക്കുമായിരുന്നു. അയ്യോ ഫൈനൽ എക്സാം അല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇനി പഠിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പഠിക്കുമായിരുന്നു. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ എനിക്ക് എണീക്കാൻ മേല, ഞാൻ കിടപ്പ് പോലെ ആയിപ്പോയി. രാവിലെ എണീക്കും, ഒരു ഗ്ലാസ്സിൽ കാപ്പി കുടിക്കും, 2 റസ്ക് കുടിക്കും, കിടക്കും. വീണ്ടും ഇത് തന്നെ. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, അപ്പാ ഈ 5 വർഷം നീയാണ് എന്നെ നടത്തിയത്, ഈ അവസാന ഘട്ടത്തിൽ ഹല്ലേലൂയ എന്നെ തകർത്ത് കളയല്ലേ ദൈവമേ, യാതൊന്നും എന്നെ ജീവിതത്തിൽ ജയമെടുക്കുവാൻ നീ അനുവദിക്കല്ലേ. എന്റെ തലവണയൊക്കെ നനഞ്ഞ് കണ്ണുനീര് കൊണ്ട് കുതിർന്ന എത്രയോ രാത്രികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ആദ്യമൊക്കെ എല്ലാരും പറഞ്ഞു നമുക്ക് ശരിയാക്കുന്നു. കുറച്ചു നേരം എന്റെ ശരീരസ്ഥിതികൾ വളരെ ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുമ്പോ എല്ലാരും പറഞ്ഞു നിന്റെ ശരീരത്തെ നീ കോൺസെൻട്രേറ്റ് ചെയ്യ്, 6 മാസം കഴിഞ്ഞ് പരീക്ഷ എഴുതാലോ, അത് നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അത് സമ്മതിക്കാൻ റെഡിയായില്ല. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ തോൽവി എന്നൊരു സംഭവം ഇല്ല കേട്ടോ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ അതിന് വിരോധമായി എന്തൊക്കെ വന്നാലും ഹല്ലേലൂയ അതിന് മേലെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്ന് തെളിയിച്ച് കാണിക്കണമെന്നൊരു വാശി എനിക്കുണ്ടായി. അങ്ങനെ എല്ലാരും എന്നോട് എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എഴുതിയേ പറ്റൂ. അങ്ങനെ ഫസ്റ്റ് സബ്ജക്റ്റിലേക്ക് കടന്നുപോയി. കൈ നിറച്ചും പെയിൻ കില്ലർ എടുത്തോണ്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, 10 ദിവസം എണീച്ചിരുന്നിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നേരെ എക്സാം സെന്ററിലേക്ക് പോയി. 3 മണിക്കൂർ എക്സാം ആണ്. ആദ്യത്തെ സബ്ജക്റ്റ് 1 മണിക്കൂർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഈ വേദന ഭയങ്കരമായിട്ട് ഇളകാൻ തുടങ്ങി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് പേന താഴെ വെച്ച് തലയും കുമ്പിട്ട് അവിടെ ഇരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അപ്പുറത്തിപ്പുറത്തും എന്റെ കൂടെയുള്ള ബാക്കി പിള്ളേരൊക്കെ എന്നോട് പറഞ്ഞു, ഗ്രേസ് ഫൈനൽ എക്സാം ആണ്, അറ്റ്ലീസ്റ്റ് പാസ് മാർക്കിനെങ്കിലും നീ എഴുത്, ഇല്ലെങ്കിൽ നീ മാത്രം ഒറ്റപ്പെട്ടു പോകും, ബാക്കി എല്ലാവരും ഇന്റേൺഷിപ്പിലേക്ക് പോകുന്നു പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ഇൻവിജിലേറ്റർ വന്നിട്ട് പറഞ്ഞു, ഗ്രേസ് പ്ലീസ് ട്രൈ ടു റൈറ്റ് സംതിങ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രിൻസിപ്പാൾ വന്നു. അവർക്കെല്ലാം എന്നെ വളരെ നന്നായിട്ട് അറിയാം. ഏറ്റവും നല്ല സാക്ഷ്യത്തോടെ ഒരു ക്ലാസ് പോലും ബങ്ക് ചെയ്യാതെ ഞാൻ പഠിച്ചൊരു സ്റ്റുഡന്റ് ആണ് അവിടുത്തെ. അപ്പൊ അവർ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഗ്രേസ് എന്തെങ്കിലും എഴുത്, ഇന്റേണൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാർക്കൊക്കെ കൂട്ടിച്ചേർത്ത് പാസ്സാക്കാം, ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന പേപ്പറാണ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ ദൈവം അവിടെയും പ്രവർത്തിക്കും. റിസൾട്ട് വന്നപ്പോ അങ്ങനെ തന്നെ എല്ലാ സബ്ജക്റ്റും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ ഏത് പരീക്ഷയ്ക്കാണോ 3 മണിക്കൂർ എഴുതിയത്, ഏറ്റവും കൂടുതൽ മാർക്ക് ആ പരീക്ഷയ്ക്കായിരുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആ ബാച്ചിൽ ഏറ്റവും ടോപ്പറായിട്ട് എന്റെ ഗ്രാജുവേഷൻ ചെയ്യാൻ ദൈവം ഇടയാക്കി. അത് മാത്രമല്ല ഹല്ലേലൂയ, ആ കോളേജ് തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ പഠിക്കുന്ന ബാച്ച് വരെ എത്ര ബാച്ച് പഠിച്ചോ അവരെല്ലാരെക്കാളും ഏറ്റവും അധികം മാർക്ക് മേടിക്കാൻ ദൈവം ഇടയാക്കി. അത് മാത്രമല്ല, ഞങ്ങളുടെ കോളേജിലെ ആദ്യത്തെ ഗോൾഡ് മെഡലിസ്റ്റായി ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു. അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് 10 ലിസ്റ്റിലും ഹല്ലേലൂയ എന്റെ പേര് വരുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ചെങ്കടലിന്റെ നടുവിലും തന്റെ മക്കൾക്ക് വേണ്ടി വഴികൾ ഒരുക്കിയ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുമ്പിൽ ചെങ്കടലോ പുറകിൽ ശത്രുക്കളും ഉണ്ട്, എങ്ങോട്ട് പോ രക്ഷയില്ലാതെ പറഞ്ഞെങ്കിലും ഹല്ലേലൂയ ആരും സഞ്ചരിക്കാത്ത വഴി ഹല്ലേലൂയ ദൈവം അന്ന് തുറന്നെങ്കിൽ എന്റെ ജീവിതത്തിലും ഹല്ലേലൂയ അതിശയമായ രീതിയിൽ ആ എക്സാം ഹല്ലേലൂയ ക്ലിയർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അനേകർ മുമ്പിൽ ഇന്നതൊരു വലിയ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, ദൈവത്തെ നമുക്ക് രുചിച്ചു നോക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. അനുഭവങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ആരാധിച്ചാലും ഇതൊക്കെ ഒരു പാരമ്പര്യ രീതിയിലേ പോകത്തുള്ളൂ. ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ തലമുറകളാണ്, യുവ തലമുറകളാണ് ഹല്ലേലൂയ നമ്മുടെ കൺമുമ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി? ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും പാരമ്പര്യം പോലെ നടക്കുന്നുണ്ട്, പക്ഷെ ദൈവമായിട്ടുള്ള ഒരു അനുഭവമില്ല, ദൈവമായിട്ടൊരു ബന്ധമില്ല. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കർത്താവിനെ വിട്ടുപോകാനായിട്ട് കഴിയത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കുറവുകളൊന്നും നോക്കാതെ, നമ്മുടെ കുറ്റങ്ങളൊന്നും ഓർക്കാതെ, നമ്മളെ ആരൊക്കെ കൈവിട്ടാലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ.
അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ, പഠിത്തമൊക്കെ കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. അപ്പം വിവാഹത്തിന്റെ സമയത്ത് എനിക്ക് അന്നേരം 24 വയസ്സാണ്. എല്ലാരും പറഞ്ഞു 3 പെൺപിള്ളേരല്ലേ, ആര് സഹായിക്കും, നിങ്ങൾ അവിടെ എവിടെയോ അട്ടപ്പാടിയില്ല ദൂരത്ത് പോയി കിടക്കുകയാണ്, അടുത്ത് വരാൻ ആരുമില്ല, മലയാളികളില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ മമ്മിക്ക് ഒരു ആഗ്രഹമായിരുന്നു 25 വയസ്സ് തികയുന്നതിന് മുമ്പേ എല്ലാവരുടെയും കല്യാണങ്ങൾ നടക്കണമെന്ന്. ഹല്ലേലൂയ. അന്നേരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടിയൊന്നും മമ്മി അധികം ഉപവസിച്ചില്ലെങ്കിലും സഭയിലൊക്കെ 30 വയസ്സ് 28 വയസ്സൊക്കെ ആയവര് ചിലര് കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി കുത്തിരുന്ന ഉപവാസമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നും നോക്കിയില്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായി നോക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ആ ആ സഹോദരിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഹല്ലേലൂയ അതിന്റെ വിവാഹം അത്ഭുതമായി നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അമ്മേ, ഏത് ആവശ്യത്തിന് കർത്താവ് മതിയായവനാ കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കുടുംബജീവിതം തുടങ്ങി. നമുക്കറിയാലോ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഫാന്റസിയും സ്വപ്നലോകമൊന്നുമല്ല. പലവിധമായ ബുദ്ധിമുട്ടുകൾ അന്നേരം നമുക്ക് കടന്നു വരാം. നേരത്തൊക്കെ ആണെങ്കിൽ ഓടിപ്പറിച്ച് വീട്ടിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, പലവിധ പ്രശ്നങ്ങൾ അന്നേരവും ഉണ്ടാവും. എന്നാൽ ഏത് കാര്യമാണെങ്കിലും ദൈവസന്നിധാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഹല്ലേലൂയ നമ്മളെ ശക്തമായി ദൈവം നടത്തുവാനായിട്ട് ഇടയായി. ഞാൻ എൻ്റെ അച്ഛനോട് കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയും, അച്ഛൻ നമ്മുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ നമ്മൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച ഒരു തീരുമാനം എടുത്തു. കർത്താവേ, ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയണമെന്ന് ഞങ്ങൾ തീരുമാനം എടുത്തു. ഹല്ലേലൂയ. ഇപ്പൊ 8-9 വർഷമായി. ഹല്ലേലൂയ. ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ദൈവം ഞങ്ങളെ സന്തോഷമായി സമാധാനത്തോടെ ഹല്ലേലൂയ ദൈവം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു കാലം ഞാൻ പത്തനംതിട്ടയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ജോലി മാറണം എന്നൊരു അവസ്ഥ ഉണ്ടായി. അന്നേരം എനിക്ക് ആകെ 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആരെവിടെ ജോലി തരാനാ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധാനത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, ഈ വിഷയത്തിലും എനിക്കൊരു അത്ഭുതം കർത്താവേ നീ ചെയ്യണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം കുറച്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ എന്റെ ഫോണിലേക്ക് ഒരു ഇന്റർനാഷണൽ ഫോൺ കോൾ വരുന്നുണ്ട്. ഞാൻ ജന്മം ചെയ്ത ഫോൺ എടുക്കത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ കള്ളന്മാര് വിളിക്കും, ബാങ്ക് അക്കൗണ്ട് ചോദിക്കും, പിൻ നമ്പർ ചോദിക്കും, ആരായിട്ട് പൈസ ഒന്നും ഇല്ല, ഉള്ളതും കൂടെ അടിച്ചോണ്ട് പോകുന്ന എല്ലാരും കേൾക്കുമ്പോ ഞാൻ ഓർത്ത്, ദൈവമേ, ഫോൺ എടുക്കണ്ട, വെറുതെ എന്തിനാ, ഞാൻ പേടിച്ചിരിക്കുക. നോക്കുമ്പോ ഇതേ നമ്പർ, നമ്മുടെ ഒത്തിരി പേര് വിദേശത്ത് പല ഭാഗത്തുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലേക്കാണ് വിളിക്കുന്നത്, നമ്മളെ ആരും നേരിട്ട് വിളിക്കാറില്ല. അന്നേരം നമുക്ക് അങ്ങനെ വേറെ ഒരു കോൾ വരേണ്ട ഒരു കാര്യമില്ല. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് എടുക്ക്, ആദ്യം ഫോൺ എടുത്താലല്ലേ മനസ്സിലാവുള്ളൂ എന്താന്ന്, നമ്മൾ പറയാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്നേരം പറഞ്ഞു, ശരി. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഉടനെ പറയാണ്, നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂല് സെലക്ട് ആയി എന്ന് പറഞ്ഞു. അന്നേരം നോക്കുമ്പോ ദുബായിൽ നിന്നുള്ള ഒരു കോളാണ്. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, എനിക്ക് അവിടെ ആരും റെസ്യൂമോ റെഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അന്നേരം ഞാൻ ചോദിച്ചു, ഞാനിന്നും ജോലി ഒന്നും അപ്ലൈ ചെയ്തില്ലല്ലോ. ഇല്ല, ഞങ്ങൾ ഓൺലൈനിൽ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു, അതുകൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്യണം ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഏക വ്യക്തിയാണ് നിങ്ങള്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങള് ആദ്യത്തെ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്താണ്. ഇനി 10 റൗണ്ട് ഉണ്ട്, പക്ഷെ നിങ്ങളെ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ സെലക്ട് ചെയ്തു എന്ന് പറയുവാനായിട്ട് ഇടയായി. അതിശയമായി ഞാൻ അപ്ലൈ ചെയ്യാത്ത ജോലിക്ക് വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി വഴികളെ ഒരുക്കി. അപ്പൊ 10 സ്റ്റെപ്പ് ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ലോകത്തിലെ പല ഭാഗത്തിലുള്ള ആൾക്കാരാ. പല സ്റ്റെപ്പ് കഴിഞ്ഞു, ഡിസ്കഷൻ അത് ഇതൊക്കെ കഴിഞ്ഞു. അവസാനം പറഞ്ഞു അടുത്തത് ഫോട്ടോഗ്രാഫി റൗണ്ടാ. ഞാൻ പറഞ്ഞു പൊളിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ മദമ്മമാരെ പോലെ ഡ്രസ് ചെയ്യാനോ അവരുടെ സ്റ്റൈല് നടക്കാനോ നമുക്കറിയത്തില്ല. അന്നേരം അവർ 2 ഫോട്ടോ അയച്ചായിരുന്നു, ഒരു ഹാഫ് ഒരു ഫുൾ ഫോട്ടോ. ഞാൻ എന്ത് ചെയ്തു, അന്നേരം ഒരു ചുരിദാർ വിട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് വെറുതെ വീട്ടിൽ നിന്ന് 2 ഫോട്ടോ ഞാൻ എടുത്ത് അയച്ചു കൊടുത്തു. അന്നേരം അവർ പറഞ്ഞു സെലക്ട് ആയി എന്ന് പറയാനായിട്ട് ഇടയായി. ഒരുപോലും മുടക്കാതെ എല്ലാ സൗകര്യങ്ങളും, ഫ്ലാറ്റും വണ്ടിയും എല്ലാ സാഹചര്യങ്ങളോടെ ദൈവം ആ ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായി. അവരോട് ജോലി കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചുള്ളൂ, എനിക്ക് വെള്ളിയാഴ്ച ദൈവത്തെ ആരാധിക്കാൻ പോണം, എനിക്ക് വെള്ളിയാഴ്ച ലീവ് വേണം, വേറെ ഒരു എന്റെ അടുത്തുനിന്ന് വേറെ ഒരു പ്രശ്നമില്ല, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാൻ റെഡിയാണ്. അവർ പറഞ്ഞു ശരി, വെള്ളിയാഴ്ച ഞങ്ങൾ ലീവ് തരാം, കുഴപ്പമൊന്നുമില്ല, പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെന്നു. കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കാണാൻ ഒത്തിരി പേര് എണ്ണം കൂടാൻ തുടങ്ങി. അവര് പറഞ്ഞു, അങ്ങനെ ഒത്തിരി പേര് എണ്ണം കൂടുന്നുണ്ട്, ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഒന്നും തികയുന്നില്ല, അതുകൊണ്ട് ഇനി വെള്ളിയാഴ്ചയും ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ഇടാൻ പോവാന്ന് പറഞ്ഞു.
അന്നേരം ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, വെള്ളിയാഴ്ച ജോലി ഇടാൻ പാടില്ല. ഞാൻ തീരുമാനിച്ചിട്ടാണ് ഈ രാജ്യത്തേക്ക് കാലുകുത്തിയത്. അന്നേരം ഞാൻ 4 മാസം പ്രഗ്നന്റ് ആണ്. അന്നേരം അവര് പറഞ്ഞു, ഇല്ല എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അന്നേരം അച്ഛൻ അവിടെ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ചെറിയൊരു കാര്യം മാത്രം ചെയ്തുള്ളൂ, ജോലി കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇടാം, എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അന്നേരം ഈ 4 മാസത്തെ പ്രഗ്നൻസിലേക്ക് എന്ന് പറഞ്ഞാല് വളരെയധികം ഛർദിയും പ്രയാസവും ഒക്കെ ആയിരുന്നു. അന്നേരം രാവിലെ 6 മണിയുടെ ആരാധനയ്ക്ക് ഞാൻ പോകുവാനായിട്ട് ഇടയായി. എന്തൊക്കെ സംഭവിച്ചാലും ദൈവസന്നിധിയിൽ എടുത്ത ഒരു തീരുമാനത്തിന് ഒരു വ്യത്യാസം ഞാൻ ചെയ്യത്തില്ല എന്നൊരു പൂർണ്ണ ഉറപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 6 മണിക്ക് ഛർദിച്ച് അവശതയായ എന്നെ അച്ഛൻ കോരി എടുത്താണ് വണ്ടിയിൽ ഇട്ടോണ്ടിരുന്നത്. 6 മണി തൊട്ട് 9 മണി വരെ ആരാധന കഴിഞ്ഞ് വെറുതെ വരും, ഡ്രസ്സ് മാറാനേ സമയമുള്ളൂ. പിന്നെ പോയ രാത്രി 10-12 മണിയാവും തിരിച്ചു വരുമ്പോ. ഇങ്ങനെ കുറച്ചു ദിവസം ഏകദേശം ജോലിക്ക് പോകുവാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞ് വീണ്ടും വിഷയം വന്നു. അവർ വീണ്ടും പറഞ്ഞു, ഇല്ല ഞങ്ങള് ഫുൾ ടൈം ജോലി ചെയ്യണം, ഫ്രൈഡേ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചില വിഷയം 1-2 വിഷയങ്ങളായപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ ചില വർത്താനങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായി. എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന് ദൈവിക കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാല് അത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോ അവർ പെട്ടെന്നോട് പറഞ്ഞു, ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ രാവിലെ ഒരു സംഭവം പറഞ്ഞു, ടെർമിനേഷൻ ലെറ്റർ ഞങ്ങൾ എഴുതാൻ പോവാണ്. അന്നേരം നോക്കുമ്പോൾ ഞാൻ ആകെ ഷോക്കായി. ഞാൻ 4 മാസം പ്രഗ്നന്റ്, അച്ഛൻ അവിടെ ജോലി ആയിട്ടില്ല. പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചു പോയി എന്ത് ചെയ്യും? വേഗം ഞാൻ ദൈവസാധനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്റെ ലൈഫ് ഇൻചാർജ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഈ തീരുമാനം എടുത്തത് എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കണമെന്ന ഒറ്റ ആഗ്രഹത്തിൽ ഞാൻ തീരുമാനം എടുത്താണ്. ദൈവമേ എന്നെ നീ മാനിക്കണേ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. വേദനയോടെ ഞാൻ അവിടുന്ന് ഇറങ്ങുവാനായിട്ടിടയായി. ഇറങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് 6 കാറ് ഒരുമിച്ചിടിച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടിടയായി. അതിന്റെ 2 പ്രാവശ്യം ഒരാഴ്ച തന്നെ തലയടിച്ച് അൺകോൺഷ്യസ് ആയിട്ട് ഞാൻ വീണു. ഇതെല്ലാം ഒരാഴ്ച തന്നെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്. ഞാൻ കുറച്ച് സമയം ദൈവസ്ഥാനത്തിൽ മാറിയിരിക്കണം എന്ന് തോന്നി. എല്ലാ പ്രാവശ്യവും ഈ വീണ് കഴിയുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും, കുഞ്ഞ് മിക്കവാറും പോയിട്ടുണ്ടാവും എന്നൊരു 1/4 മണിക്കൂർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് തരും. എന്ന് പറയും, ഇത് കുഞ്ഞ് നഷ്ടപ്പെടും ഉറപ്പാണ്, ഇത്രയധികം വീഴ്ചയാണ് സംഭവിച്ചേക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അവർ സ്കാൻ ചെയ്യുമ്പോ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. വീണ്ടും അടുത്ത ആഴ്ച 2 ദിവസം വീണ്ടും വീഴും, വരും, സ്കാൻ ചെയ്യും, ഒരു കുഴപ്പമില്ല. അങ്ങനെ എത്ര പ്രാവശ്യം വീണോ. ഈ 6 കാറുകൾ ഒരുമിച്ച് ആക്സിഡന്റ് ആയപ്പോ എന്റെ 2 മുട്ട് വന്ന് എന്റെ വയറിനിട്ട് ആഞ്ഞിടിക്കുവാനായിട്ട് ഇടയായി. അന്നേരം ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരുന്നേ. ഞാൻ അടുത്തൊക്കെ നോക്കുമ്പോ ഒരാളുടെ വായിന്ന് ചോര വരുന്നു, കാലിന്ന് ചോര വരുന്നു, പല പ്രശ്നങ്ങൾ. ഞാനൊരു മരവിപ്പ് പോലെ ഞാൻ നിന്നു. ഞാൻ ഓർത്ത്, കർത്താവേ എന്തോ സംഭവിച്ചു, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ദൈവം തന്റെ ഉള്ളം കരങ്ങളിൽ എന്നെ പൊതിഞ്ഞു, ഉദരത്തിന്റെ കുഞ്ഞിനെയും പൊതിഞ്ഞു, ഒരു ദോഷവും തട്ടാതെ വണ്ണം. ഹല്ലേലൂയ. ദൈവം കർത്താവ് എന്നെയും പൈതലിനെയും പൊതിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി. പെട്ടെന്ന് ഒരു ചെക്കപ്പിന് പോയപ്പോ നോക്കുമ്പോ 33 ആഴ്ചയായിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഇല്ല ഓൾറെഡി യൂട്രസ് ഒക്കെ ഓപ്പൺ ആണ്, എത്രയും പെട്ടെന്ന് ഡെലിവറി സംഭവിക്കുന്നു പറഞ്ഞ് പെട്ടെന്ന് എമർജൻസി ചെയ്തു, കൊച്ചിനെ കിട്ടത്തില്ല എന്നൊക്കെ അന്നേരം പറഞ്ഞു. പക്ഷെ 33 ആഴ്ചയിൽ ആ കൊച്ചിനെ ജീവനോടെ കാണുവാൻ ദൈവം ഇടയാക്കി. ഒരാഴ്ച ഒബ്സർവേഷനിലായിരുന്നു. എന്നാലും ഹല്ലേലൂയ, ഒരു പോറിൽ പോലും തട്ടാതെ ആ പൈതലിന്റെ കരങ്ങളിൽ ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് ആ പൈതലിന് 6 വയസ്സുണ്ട്. ഹല്ലേലൂയ. നമ്മളെ നമ്മുടെ തലമുറകളെ കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. അത് തകർക്കുവാൻ ഏത് ശത്രു നോക്കിയാലും എത്ര തന്നെ വാദിച്ചാലും ഹല്ലേലൂയ തമ്പുരാന്റെ ഉള്ളം കരങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലാസ്റ്റ് 2ാമത്തെ കുഞ്ഞിന് ഡെലിവറി പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ഇതുപോലെ പല പ്രതികൂലങ്ങളും ഉണ്ടായി. അന്നേരം 33 ആണെങ്കിൽ ഇവിടെ 28ാമത്തെ ആഴ്ചയിലെ പ്രശ്നം തുടങ്ങി. പെട്ടെന്ന് തന്നെ എമർജൻസിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഓൾറെഡി യൂട്രസ് 2 സെന്റിമീറ്റർ ഡയലേറ്റഡ് ആണ്, കൊച്ച് എപ്പോ വേണമെങ്കിലും ജനിക്കും. ഉള്ളിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു 10 ദിവസത്തിൽ കൊച്ച് ജനിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡുകൾ വന്നതിനോട് സംസാരിച്ചു. ഹാർട്ടിന് പ്രശ്നം, ലിവറിന് പ്രശ്നം, ലങ്സിന് പ്രശ്നം, ബ്രെയിനിന് പ്രശ്നം, ഇത്രയും പ്രശ്നങ്ങളുണ്ട്. കൊച്ചിനെ എത്ര ദിവസം NICUവിൽ വെക്കണം നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഒരു തവണ ഹല്ലേലൂയ എന്റെ കൊച്ചൊരു പ്രതികൂലത്തിലൂടെ കടന്നുപോയി, മൂത്താൾ. അന്നേരം എനിക്ക് ഇത്ര അധികം ആത്മീകമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കഴിവില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു, പൂർണ്ണ വളർച്ചയല്ലാതെ ഒരു ശക്തിക്കും ഒരു രോഗത്തിന്റെ പൈതലിനെ തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് ഞാനും അച്ഛനും
ദൈവവചനം വായിച്ച് കൈകോർത്തിരുന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചു. ഒരു ദിവസം തന്നെ 50ഉം 60ഉം പ്രാവശ്യം എന്റെ കയ്യിൽ കുത്തി പലവിധ ടെസ്റ്റുകളും ഇഞ്ചക്ഷൻസ്, 2 കയ്യിൽ ക്യാനുലായിട്ട് അതിവേദന എന്ന് പറഞ്ഞാൽ അത്രയധികം വേദനയുടെ ഞാൻ കടന്നുപോയി. അത് ഞാൻ ദൈവത്തോട് നോക്കി പറഞ്ഞ, അപ്പാ ഇനി എനിക്ക് താങ്ങാനായിട്ട് വയ്യ കർത്താവേ, ദൈവമേ നിന്റെ ബലം തരണമെന്ന് ദൈവത്തേക്ക് നോക്കി ഞാൻ കരഞ്ഞു. ഹല്ലേലൂയ. എന്നെ എമർജൻസിയിലേക്ക് കൊണ്ടോ, അതേപടി എന്നെ റൂമിലേക്ക് മാറ്റും. പിറ്റേ ദിവസം വീണ്ടും എമർജൻസിയിലേക്ക് കൊണ്ടോ, പ്രശ്നമാന്ന് പറഞ്ഞ് വീണ്ടും എന്നെ റൂമിലേക്ക് മാറ്റും. അവര് പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ ഇത് ഡെലിവറി ആവുന്ന പറഞ്ഞേ. എന്നാൽ ഹല്ലേലൂയ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർക്കൊരു കാര്യം മനസ്സിലാക്കി. അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സിന് ഹല്ലേലൂയ അതീതമായി വ്യാപരിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവമാണ് അൾട്ടിമേറ്റ് നമ്മുടെ റിപ്പോർട്ട് തീരുമാനിക്കുന്നത്, നമ്മുടെ ആയുസ് തീരുമാനിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഓരോ അവയവങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവമാണ് അതിനൊരു ഡേറ്റ് ഇട്ടേക്കുന്നത്. അത് ഒരുത്തനും മാറ്റാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ 28 കഴിഞ്ഞു, 30 കഴിഞ്ഞു, 32 കഴിഞ്ഞു, 34 കഴിഞ്ഞു, 36 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എണീക്കാൻ മേലാത്തത്രയും വലുതായി എന്റെ വയറ്. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് വയ്യ, ദൈവമേ ഒരു വിടുതൽ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കറക്റ്റ് സമയമായപ്പോൾ ഹല്ലേലൂയ 4.5 കിലോ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് തരുവാനായിട്ടിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. അന്ന് ചെറുപ്പത്തിൽ ആ 1ാം ക്ലാസ് വരെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം ആ പ്രാർത്ഥന കേട്ടെങ്കിൽ ഇന്ന് എനിക്ക് 33 വയസ്സുണ്ട്. ഇന്നും എന്റെ ചെറുതും വലുതും ആവശ്യത്തിന് കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വലിയൊരു ഡിപ്രഷനിലേക്ക് കടന്നുപോയി. UK പുതിയതായിട്ട് വന്നു. നമുക്കിവിടെ ആരെയും അറിയത്തില്ല. വെളിയിലേക്ക് നോക്കുമ്പോ ഇരുട്ട് മാത്രം. കഴിഞ്ഞ വർഷം ഡിസംബർ സമയം കൂരാക്കൂർ ഇരുട്ടാണ്. ഞങ്ങൾ പോകുന്ന സഭ ഞങ്ങളുടെ അവിടുന്ന് 1.5 മണിക്കൂർ ദൂരെയാണ്. നമുക്ക് ആരും വിളിക്കാനില്ല, ആരും പ്രാർത്ഥിക്കാനില്ല. ഞാനൊരു വലിയ നിരാശയിലേക്ക് പോകുവാനായിട്ടിടയായി. പെട്ടെന്ന് ഒരു ദിവസം എന്റെ കൊച്ചിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു തുള്ളി പാലില്ല. ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ട് ഒന്നും വരുന്നില്ല. അന്നേരം എനിക്ക് മനസ്സിലായി, ഇല്ല, ഈ പ്രതികൂലത്തിന് തന്നെ ഞാൻ തോറ്റെടുക്കാൻ എനിക്ക് സമ്മതിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഒരു ദിവസം 3 ആഴ്ച ഡെലിവറി കഴിഞ്ഞ് 3 ആഴ്ചയായിരുന്നപ്പോൾ ഞാൻ എണീച്ചിരുന്നു. ഒരു ദിവസം ഞാനും അച്ചാച്ചനും ഉപാസമായിരുന്നു. ആ ഉപാസ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് വലിയൊരു വിടുതൽ തന്നു. ഹല്ലേലൂയ. അത് ആ ഉപാസ പ്രാർത്ഥന കഴിഞ്ഞതോടെ അന്ന് തുടങ്ങിയ മിൽക്ക് സപ്ലൈ ഇന്ന് വരെ നിന്നിട്ടില്ല. ഹല്ലേലൂയ. അത്ര ശക്തമായി ദൈവം എന്റെ ജീവിതത്തിൽ വിടുതൽ തന്നു. അന്നൊരു വലിയ നിരാശയിലേക്ക് ഞാൻ താണുപോയി. ഞാൻ ഓർത്ത് എന്റെ ജീവിതം തീർന്നു. 2.5 മാസമായിട്ടും എന്റെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, എന്റെ മുറിവ് ഉണങ്ങുന്നില്ല. ഞാൻ മണിക്കൂറോളം ബാത്റൂമിൽ പോയിരിക്കും. പിന്നെ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പലപ്പോഴും അച്ഛനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഞാനൊരു 2-3 മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് കുഴഞ്ഞു വീഴുന്ന അവസ്ഥയാണ്. അതുപോലെ പലതവണ സംഭവിച്ചു. എന്നാൽ മടങ്ങി വന്നത് ഒരു പുതിയ വ്യക്തിയായിട്ടായിരുന്നു. ഈ 3 ആഴ്ച കഴിഞ്ഞ ഉടനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തികൾ എന്നെ വിളിക്കാനായിട്ട് തുടങ്ങി. ഞാൻ അറിയാത്തവർ പലരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ ഒരു മെസ്സേജ് പറയുമോ? ഞാൻ ഇവർക്കൊക്കെ ആരാണപ്പ എന്റെ നമ്പർ കൊണ്ടുവന്ന്, ഇവിടെ ഒരു മനുഷ്യനും അറിയാതെ ഞാൻ ഇവിടെ കിടന്ന് ചാകുന്നു ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല പല ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവമക്കൾ എന്നെ വിളിക്കുവാനായിട്ടിടയായി. അന്നേരം ആദ്യ സാക്ഷിയൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയധികം കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്നാൽ കുറച്ചു കാലങ്ങൾ ഞാൻ ആ പിഞ്ചു ജനിച്ച ആ കൊച്ചിന് 3 ആഴ്ച ഡെലിവറി നമ്മുടെ നാട്ടിൽ പറയും നീണ്ടു നൂർന്ന് കിടക്കണമെന്ന് പറയും. ആ സമയത്ത് രാവിലെ നിന്ന് വൈകിട്ട് വരെ 8-9 മണിക്കൂർ ഒരേ ഇരിപ്പിരുന്നുകൊണ്ട് 4-5 മീറ്റിംഗ് എനിക്ക് അറ്റൻഡ് ചെയ്യാനിടയായി. ദൈവസന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ മാത്രം എനിക്ക് സമാധാനമുള്ളൂ. അന്നേരം അതായിരുന്നു. അപ്പൊ എന്റെ വേദനയൊന്നും ഒന്നുമല്ല. ഈ 9 മണിക്കൂർ കഴിഞ്ഞ് എണീക്കണമെങ്കിൽ എന്റെ അച്ഛനും വന്ന് എന്നെ പിടിച്ചു പൊക്കണം. അത്രയും സ്റ്റക്കായി. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം, പറഞ്ഞു കഴിയാത്തത്ര ഒരു സന്തോഷം, ഒരു സമാധാനം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ പരിപാടി നിർത്തത്തില്ല. ഹല്ലേലൂയ. അന്ന് തുടങ്ങി 1 വർഷം മെറ്റർണിറ്റി ലീവ് ആയിരുന്നു. അതിന് മുഴുവൻ സമയവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അത് ഒന്നല്ല 6-7 ഭാഷകളിൽ ഹല്ലേലൂയ ദൈവം എന്ന കൃപയ്ക്കനുസരിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിനെ ഇടയാക്കി. ഹല്ലേലൂയ. ഞാൻ ആ ദുബായിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്ന സമയത്ത് ഞാൻ അവിടുന്ന് നേരെ പോയത് മുഖ്യമന്ത്രിയിലെ ടീമിലേക്കാ. ഹല്ലേലൂയ. തമ്പുരാൻ നമ്മള് ഹല്ലേലൂയ നോക്കിയിട്ടുണ്ടെങ്കിൽ, തമ്പുരാന്റെ ദൃഷ്ടി നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ എത്ര ജോലി പോയാലോ അതിനേക്കാളും മെച്ചമായ ഒരു രീതിയിൽ കർത്താവ് എന്നെ മാനിച്ചു. ഹല്ലേലൂയ. മറ്റാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഹല്ലേലൂയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ നടക്കുന്ന ഒരാൾക്ക് എത്ര പവറുണ്ട്, ശരിയല്ലേ? അവരോട് നമ്മളൊന്നും മിണ്ടാൻ പോയി നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഒരു പൊളിറ്റിക്സ് ആയിട്ട് ഒരു ബന്ധമില്ല നമുക്ക്. അതും ഡൽഹിയിലെ ആ പാർലമെന്റിന്റെ തൊട്ടടുത്ത്. ഹല്ലേലൂയ.
ദൈവം എനിക്കൊരു ജോലി തരുവാനായിട്ടിടെ. അത് പറയണമെങ്കിൽ തന്നെ 1 മണിക്കൂർ സമയം വേണം. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ഞാൻ മരിച്ചു പോകുന്നു വിചാരിച്ചായിരുന്നു. കോവിഡിന്റെ സമയത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ടനെ ആ കുഞ്ഞിനെ നാട്ടിലേക്ക് വിട്ട് അവരോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനി കാണത്തില്ല. അത്രയധികം പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ മരിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ പെട്ടെന്ന് ഇതൊക്കെ കണ്ട് ഇട്ടറിഞ്ഞ ഒറ്റ പോക്ക്. ഞാനും 100-500 രോഗികളും മാത്രം. നേഴ്സ് ഇല്ല, അസിസ്റ്റന്റ് ഇല്ല, ആരുമില്ല, മരുന്നില്ല, ഓക്സിജൻ ഇല്ല, ഒന്നുമില്ല. എനിക്കും കോവിഡ് കയറി പിടിച്ചു. ഞാൻ ഓർത്ത് കർത്താവേ തീർന്നു. വീട്ടിൽ നിന്ന് എല്ലാരും വിളിച്ചു പറഞ്ഞു, അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള ഗതിയുണ്ട്, നീ ഇട്ടേച്ച് പോരണം. നിനക്കൊരു ചെറിയ കുഞ്ഞുണ്ട്, നീ അതിനെ ഓർക്കണം, നീ നിർത്തിയിട്ട് പോരണം എന്ന് പറഞ്ഞ് എല്ലാരും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. ഓസ്ട്രേലിയയിലുള്ള എന്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും മറിച്ച് പറയരുത്, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാ. നമ്മളുടെ ജീവിതത്തിൽ ഒരു പാഠം നമ്മൾ ഇത്രയും കാലം നമ്മൾ കേട്ടല്ലോ, നമ്മൾ എവിടുന്നും തോറ്റുവിടാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഞാൻ ഓർത്ത് കർത്താവെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? 10 ദിവസം 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു. ഭക്ഷണമില്ല, ഓട്ടം മാത്രം. ഭക്ഷണം ഇവിടെ കിട്ടാനില്ല, ലോക്ക്ഡൌൺ ആണ്, താമസിക്കാൻ സ്ഥലമില്ല. രോഗികളെ ഞാൻ കയറി അന്ന് തൊട്ട് കോവിഡും ലോക്ക്ഡൌണുമാ. ഇതിനിടയ്ക്ക് താമസമുള്ള സ്ഥലം അന്വേഷിക്കാൻ സമയമില്ല. ആംബുലൻസിലും ക്ലിനിക്കിലുമാണ് കിടക്കുന്നത്. ഭക്ഷണമൊന്നുമില്ല. ഒരു ദിവസം എവിടെയും ചിലപ്പോ പഴം കിട്ടിയാലായി, ആരെങ്കിലും വീട്ടിൽ നിന്ന് ചിലപ്പോ എന്തെങ്കിലും തന്നാലായി, അത്രയൊക്കെ ഉള്ളൂ. ആകെ ക്ഷീണിച്ച് വല്ലാതായിരുന്നപ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ അച്ചാച്ചോട് 3 ദിവസം സമയം ചോദിക്കും. ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു, അച്ചാച്ച 3 ദിവസം സമയം എന്താ, എന്നിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, ഞാൻ നാട്ടിൽ പൊക്കണം അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കർത്താവ് എല്ലാം ആ തകിടം മറിച്ച രീതിയിൽ എല്ലാം എനിക്ക് അനുയോജ്യമായ രീതിയിൽ ദൈവം ചെയ്തു. ഞാൻ എന്ന് അവിടെ ഇൻചാർജ് ആയോ അത് പിന്നെ ഒരൊറ്റ മരണം അവിടെ നടന്നിട്ടില്ല. ആമേ. അത് മാത്രമല്ല, ഒരു കോവിഡ് പേഷ്യന്റിന്റെ വീട്ടിൽ ഞങ്ങൾ ഒരു ആരാധന തുടങ്ങുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. 5 പേരും കോവിഡ് ആണ്, ഞാൻ മാത്രമല്ല അന്നേരം കോവിഡ് ഇല്ലാത്ത ആള്. എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി അവർ ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്നും ആ ഭവനം അവിടെ ഒരു സാക്ഷ്യമാണ്, മരണം നടക്കാത്ത ഭവനം. ഹല്ലേലൂയ. ഇന്നും അവരെന്നെ ഓർക്കും. അത്രേ ഉന്നത സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ദേശത്തേക്ക് കടന്നു വരാൻ ദൈവ ഒരു ഉദ്ദേശം തന്നെ. എല്ലാരും പറഞ്ഞു, CM-ന്റെ കൂടെയൊക്കെയുള്ള ജോലിയൊക്കെ വിട്ട് ഇപ്പൊ UK പോണോ? ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കർത്താവിന്റെ പദ്ധതികൾ. ദൈവം അയക്കുന്നിടത്ത് നമ്മൾ പോണം. ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഇപ്പൊ ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് 3 വർഷമാവും. പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. UK-ലെ ജീവിതം അത്ര സുഖമൊന്നുമല്ല. പല സ്ട്രഗിൾസ് നമ്മൾ ഇന്നും ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, യഹോവ ഈരെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ നമുക്ക് ദൈവസിദ്ധാന്തത്തിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. രോഗമാണെങ്കിലും ക്ഷീണമാണെങ്കിലും എന്തൊക്കെ പ്രതികൂലമാണെങ്കിലും ഹല്ലേലൂയ എല്ലാത്തിനും ഒറ്റ മരുന്നേ ഉള്ളൂ, കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരിക്കുക. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അനേകരുടെ മുമ്പിൽ ദൈവത്തിന് സാക്ഷ്യം പറയുവാനോ, വചനത്തിന് സംസാരിക്കുവാനോ, അനേകരിൽ ഫോണിലൂടെ പ്രാർത്ഥിക്കുവാനോ, അനേകരിൽ ആശ്വാസ വാക്ക് പകരുവാനും, തളർന്നു കിടക്കുന്ന അനേകരെ ബലപ്പെടുത്തുവാനും, അനേക യുവാക്കളുടെ ഇടയിൽ ശക്തമായി ദൈവത്തിന്റെ വചനവും ഹല്ലേലൂയ ദൈവിക സാക്ഷ്യമായി നിൽക്കുവാനും, അനേക ചെറുപ്പക്കാർ ഇന്ന് ദൈവത്തെ വിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേക ദൈവദാസന്മാരുടെ മക്കൾ, അനേക വിശ്വാസികളുടെ മക്കൾ വിശ്വാസം വേണ്ട, ഒന്നും വേണ്ട എന്ന് തകർത്ത് കളയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനായിട്ട് കഴിയൂ. ഞാൻ അന്വേഷിക്കുന്ന ഹല്ലേലൂയ, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഹല്ലേലൂയ. ആ ദിവസത്തോളം അവൻ നടത്തുവാൻ ശക്തൻ എന്ന് ഹല്ലേലൂയ. എന്റെ ആയുസിന്റെ നാൾ മുഴുവനും ഹല്ലേലൂയ ദൈവം തരുന്ന എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ലോകത്ത് എനിക്കൊന്നും നേടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എനിക്ക് എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി കരുതും, ദൈവം നമുക്ക് വേണ്ടി തരും. അതല്ലാതെ അതിനു വേണ്ടി പോകേണ്ട കാര്യമില്ല. വചനം പറയുന്നത് നന്മയും കരുണയും ഒക്കെ എന്നെ പിന്തുടരുന്ന പറഞ്ഞത്, അത് ഞാൻ പിന്തുടരുന്നല്ല. അങ്ങനെ വചനമുണ്ടെങ്കിൽ എനിക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ഇത്രയും വർഷം ദൈവം തന്നെങ്കിൽ ഇനിയും നടത്താൻ ശക്തരെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ അവസരം തന്ന പ്രിയ ബീനാൻഡിയോടും നമ്മുടെ വചനദീപ്തി ചാനലിനോടും കേൾക്കുന്നവരെ എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഈ സാക്ഷ്യങ്ങൾ തികച്ചും സത്യമാണ്. കാരണം ഞാനും ഒരു പാസ്റ്ററുടെ വൈഫാണ്. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ ഗ്രേസ് പിതാവ് പറയും, സ്വർഗത്തിലെ അപ്പച്ചനോട് ചോദിച്ചു വാങ്ങിച്ചോളാൻ. ഇത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോട് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു ഓരോ സാഹചര്യങ്ങളിൽ അവരും പ്രാപിച്ചെടുത്ത വിടുതലുകൾ
ഇതുപോലെ എൻ്റെ മക്കളും സാക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സ്തോത്രം. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹത്തെയും ദൈവം സാധിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നും കർത്താവിന്റെ ദാസന്മാരുടെ കുഞ്ഞുങ്ങൾ ആരും ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെ സ്വർഗീയ കലവറയെ തുറന്ന് അവരെ മാനിക്കുക മാത്രമല്ല, ദേശത്ത് ഉന്നതന്മാരുടെ നടുവിൽ അവരെ ഇരുത്തുവാൻ, അതേ ധനവാന്മാരോടുകൂടി ആമേൻ കുപ്പയിൽ ഉയർത്തി ഇരുത്തുവാൻ മതിയായ ഒരു ദൈവത്തെയാണ് ആമേൻ നാം സേവിക്കുന്നത്. എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ് സന്തോഷത്താല്. ആമേൻ അനുഗ്രഹീതമായ നിമിഷങ്ങൾ കർത്താവ് നൽകി തന്നല്ലോ. മേലാലും കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് തന്റെ ദാസിയെ അധികമായി ഉപയോഗിക്കട്ടെ. പ്രിയ വാത്സല്യ പിതാവിനെയും മാതാവിനെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ നിസ്സഹായ അവസ്ഥയിലും ആമേൻ സ്വർഗീയ പിതാവ് കൈവിടാതെ ഇതുവരെയും തന്റെ 3 മക്കളെയും, അനിയത്തിമാരുടെ കാര്യങ്ങൾ, മറ്റേ 2 സിസ്റ്റേഴ്സിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല എങ്കിലും അവരും വളരെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരപ്പെടുവാൻ ഇടയായി എന്ന് ആമേൻ ഒരു വാചകത്തിൽ പറയുവാൻ ഇടയായല്ലോ. ഞാൻ പറയട്ടെ, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ നടത്തുന്ന ദൈവം. അത് രോഗത്തിൽ മാത്രമല്ല, ആമേൻ ശാരീരിക ബുദ്ധിമുട്ടുകളിലും സാമ്പത്തികമായ പ്രതിസന്ധികളിലും ശാരീരിക മണ്ഡലങ്ങളിലും എവിടെയും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ ഞാൻ ആമേൻ ചിന്തിക്കുന്നത്, ആമേൻ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അനേകർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിലും ആമേൻ എല്ലാറ്റിനും ഒറ്റ മരുന്നേ ഉള്ളൂ, അത് പ്രാർത്ഥന എന്നുള്ളതാണ്. ആമേൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിന്റെ ദാസി ആമേൻ ഡോക്ടർ ഗെയ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. പ്രിയ പ്രേക്ഷകരെ, ഈ അനുഗ്രഹീതമായ സാക്ഷ്യം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഏറെ അനുഗ്രഹമായി ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു യൗവനക്കാരിയാണ്. ആമേൻ. പല കുഞ്ഞുങ്ങൾ പാഴ്സണേജിലും മറ്റേ പാസ്റ്റേഴ്സിന്റെ മക്കളായിട്ടും വളർന്നിട്ട് പല കുഞ്ഞുങ്ങളും നിരാശ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ദിവസ കാലങ്ങളിൽ നാമേൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ നിരാശയിലേക്കല്ല, ആശയിലേക്ക് ആമേൻ അവർ ഉയർത്തപ്പെടുവാൻ, അവരുടെ ലക്ഷ്യം തെറ്റാതെ അവർ പൂർണ്ണതയിൽ എത്തുവാൻ, നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോഴേയും ക്രൂശിന്റെ പാതയെ പിൻപറ്റുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ആമേൻ വളർത്തിയ മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. സകല മാനവും മഹത്വവും നമുക്ക് കർത്താവിന് അർപ്പിച്ചു കൊടുക്കാം. വയ്യാഞ്ഞിരുന്ന അവസ്ഥയിലൊക്കെയും ആമേൻ ശാരീരികമായിട്ടുള്ള ഹെൽപ്പുകൾക്കായിട്ട് പ്രിയ ആമേൻ കൂട്ടുദാസനെ ഒരുക്കിയല്ലോ. ആമേൻ. എല്ലാത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവെ, പ്രിയ ആമേൻ തന്റെ ദാസിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എത്ര പറഞ്ഞാലും കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയുകയില്ല. കർത്താവെ, അത്രമാത്രം അനുഗ്രഹങ്ങളും അത്രമാത്രം ഉപകാരങ്ങളും ആമേൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടപ്പാ. ഇന്നെല്ലാറ്റിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞേൽപ്പിക്കുകയാണ്. ഞങ്ങൾ ആമേൻ ലോകത്തിൽ ആരുടെയും മുഖത്തേക്ക് നോക്കിയാലും ഞങ്ങൾക്ക് പലതിലും ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾക്ക് നോക്കുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ. ആ ഇടമായ കർത്താവിലേക്ക് ആമേൻ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. അതേ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് അരുളി ചെയ്തവനെ. തന്റെ മകളെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. തുടർന്നും കർത്താവെ തന്നാലാവോളം കിട്ടുന്ന സമയം അത്രയും ആമേൻ അവിടുത്തെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഒരു യോഗ്യപാത്രമായി, അപ്പന്റെ കയ്യിലിണങ്ങിയ ഒരു പാത്രമായി ഉപയോഗിക്കുവാൻ ഏൽപ്പിച്ചു തരിക. കുടുംബമായിട്ട് ആദരിക്കണമേ കർത്താവെ. അപ്പായിരിക്കുന്ന ആ ദേശത്ത് കർത്താവ് ശക്തമായി ഉപയോഗിക്കണമേ. അനേകായിരങ്ങൾക്കൊരാശ്വാസവും തണലുമായി തീരുവാൻ മക്കളെ കുടുംബമായി സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചാട്ടെ. അതിനായി സമർപ്പിക്കുന്നു. നന്മകളാൽ നിറച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഗ്രേസ്. ആമേൻ. ഒരു മടിയും കൂടാതെ ദൈവം തന്റെ ജീവിതത്തിൽ നടത്തിയ അനുഭവങ്ങൾ പലരും, ഞാനിത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ചിന്തിക്കുവാൻ ഇടയായത്, ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള പദവിയിലേക്ക് എത്തി. അപ്പോൾ പലരും കഴിഞ്ഞ നാളുകളെ മറന്നുപോയിട്ട് തന്റെ പൊസിഷനിൽ നിൽക്കുമ്പോൾ
ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒരു ചെറിയ 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മുതലുള്ള ഒരു ചെറിയ കാര്യങ്ങൾ പോലും എണ്ണിയെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവിനെ ഉയർത്തുവാൻ, ആമേൻ, തന്റെ ദാരിദ്ര്യമല്ല പറഞ്ഞത്, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ പറയുവാൻ മടി കാണിക്കാതിരുന്നതിൽ ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇന്ന് പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണത്. കാരണം അയ്യോ, ഇപ്പം UK-യിലാണ്, ഞാനൊരു ഡോക്ടറാണ്, എന്റെ കഴിഞ്ഞ നാളിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമല്ലോ. അതല്ല നമ്മുടെ സ്വർഗം നമ്മെ നടത്തിയ വിധം നമുക്കൊരിക്കലും, ആമേൻ, നന്ദി ഇല്ലാത്തവരായി തീരുവാനിട വരരുത്. ആമേൻ, ആ വിശാലമായ ഹൃദയത്തിനായിട്ട് ഞാൻ എക്സ്പെഷ്യലി, ആമേൻ, ദൈവത്തിന് നന്ദി പറയുന്നു, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ആമേൻ, കർത്താവ് ധാരാളമായിട്ട് കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്തൃവേലയിൽ ധാരാളമായി വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ആമേൻ. തുടർന്നും അന്യോന്യം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.